ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഫൈനലി നമ്മൾ 2021 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ലാസ്റ്റ് പാർട്ടിലെത്തിയിരിക്കുകയാണ്. പാർട്ട് 3. നമുക്ക് സമയം കളയാതെ വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. किन्हीं 6 प्रश्नों के उत्तर 120 शब्दों में लिखिए. You have to answer any 6 and they have given totally 12 questions. അപ്പം പ്ലെൻറ്റി ഓഫ് ചോയ്സ് യു ഹാവ്. 12 എണ്ണം തന്നിട്ട് 6 എണ്ണം എഴുതിയാൽ മതി. അപ്പം നല്ല ചോയ്സ് ഉണ്ട്. ഓരോ ആൻസറിനും 4 മാർക്സാണ് ക്യാരി ചെയ്യുന്നത്. സോ 6 into 4 24. ഓക്കെ, സോ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നവീൻ की ചരിത്രഗത് വിശേഷതാओं पर പ്രകാശ് ഡാലിയെ. നവീൻ ഷമ ശർമ്മയുടെ നോവലിലെ കഥാപാത്രമാണ്. അപ്പം നവീൻ്റെ ചരിത്രഗത് വിശേഷതയാണ് അതിലാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നവീൻ ഖന്ന മൊബൈൽ ഉപന്യാസ് का नायक या यूँ कहें खलनायक के रूप में प्रकट होता है. നായകനാണോ അതോ വില്ലനാണോ എന്നുള്ള നമുക്ക് ഡൗട്ടാണ്. കാരണം അത് വില്ലൻ്റെ സ്വഭാവമാണ് പിന്നീട് എടുക്കുന്നത്. मधु से उसकी मुलाकात एक खोए हुए चेक के कारण होता है. वह बैंक में प्रोबेशनरी ऑफिसर था और मधु से पहली मुलाकात के बाद ही वह मधु के और करीब आने की सोचता है. उसकी बात करने का तरीका, उसकी अदाएँ ही निराली थी. സംസാര രീതി ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നത്, പെട്ടെന്ന് ഒറ്റ പരിചയത്തിൽ തന്നെ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താനുള്ളൊരു കഴിവ്, ഇതെല്ലാം നവീൻ്റെ ക്യാരക്ടറിൻ്റെ പ്രത്യേകതയായിരുന്നു. दूसरों को अपनी बातों में उलझाए रखने की कला उसमें बड़ी मात्रा में थी. उसका मधु के साथ मधुर प्रेम संबंध शुरू होता है और मधु उसकी मीठी मीठी प्यार भरी बातों में मानो फंस सी जाती है. മധു നവീൻ്റെ ഭാഗത്ത് നിന്ന് വലിയ എഫേർട്ട് ഇല്ലാതെ തന്നെ മധുവും അതിലേക്ക് വീഴുകയായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പിൽ. मधु नवीन में अपना फ्यूचर देखती है और मधु को नवीन के बर्ताव से यह शक कभी न हुआ कि वो धोखेबाज निकलेगा. നവീൻ്റെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത അതാണ്. അയാളുടെ പെരുമാറ്റം കണ്ടാൽ, അയാളുടെ ജോലി, പിന്നെ അയാളുടെ സംസാര രീതിയൊക്കെ കണ്ടാൽ ആരും സംശയിക്കത്തില്ല ഇവൻ വഞ്ചിക്കുന്നവനാണെന്നും ഇവൻ ഒന്നും പറയാതെ അങ്ങ് ഇട്ട് കളഞ്ഞു പോവും റിലേഷൻഷിപ്പിൽ നിന്ന്, അങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നില്ല. नवीन एक फैमिली मैन का एहसास मधु को कई बार दिलाता है. वो कहता है कि माँ और बहन घर पर उसका इंतज़ार कर रहे हैं, अतः वह भोजन घर परिवार के संग ही करेगा. അങ്ങനെ പല പ്രാവശ്യവും നവീൻ പറയുന്നുണ്ട്, ഞാൻ ഭക്ഷണത്തിന് നിൽക്കുന്നില്ല, വീട്ടിൽ അമ്മയും പെങ്ങളും വെയിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഒരുപക്ഷെ മധുവിൻ്റെ അടുത്ത് അയാളൊരു ടോട്ടലി ഫാമിലി മാൻ ആണ്, വിശ്വസിക്കാൻ പറ്റിയൊരു പയ്യനാണ്. കാരണം അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകനും ഒരിക്കലും ആരെയും ചതിക്കാനൊക്കില്ല. അമ്മയും പെങ്ങളെയൊക്കെ കരുതലോടെ നോക്കുന്ന ഒരു പയ്യനാണ് എന്നുള്ളൊരു ഇമേജ് നവീൻ ക്രിയേറ്റ് ചെയ്തു. शायद मधु को इस भ्रम में डालने के लिए वो इस प्रकार कहता था ताकि मधु को वह विश्वसनीय लगे. मधु को लगे कि वह दूसरों की भावनाओं का कद्र करता है, दूसरों से इमोशनली जुड़ा हुआ है. മധുവിന് തോന്നണം वो दूसरों की भावनाओं का कद्र करता है. कद्र करना मीन्स टू റെസ്പെക്റ്റ്. മറ്റുള്ളവരുടെ ഫീലിങ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്ന് നവീൻ ബോധിപ്പിക്കാൻ പല ശ്രമങ്ങളും നടത്തി. അപ്പം മധു അതിൽ വീഴുകയും ചെയ്തു. नवीन के चरित्र का दूसरा पक्ष तब उभरता है जब वह बिना कुछ बताए बगैर ही मधु को अकेला छोड़ चला जाता है. അപ്പം സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ നവീൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ മറ്റേ വശം, അയാളൊരു ഡുവൽ പേഴ്സണാലിറ്റി പോലെയായിരുന്നു. മറ്റേ വശം എന്താണ്? वो बिना बताए मधु के जीवन से चला जाता है. उसके और मधु के बीच शारीरिक संबंध भी हुआ था और मधु उसे अपनी माँ से मिलवाना चाहती थी, लेकिन नवीन वहाँ से फरार हो जाता है. മധുവും നവീൻ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിലും ഏർപ്പെട്ടിരുന്നു. അപ്പം മധു ഇതൊരു മാരേജിലേക്ക്, ഈ ഒരു ബന്ധം മാരേജിലേക്ക് വരുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ആ സമയത്തേക്കിന് നവീൻ അവിടെ നിന്ന് അങ്ങ് കടന്നു കളഞ്ഞു. തബ് ജാക്കർ നവീൻ के चरित्र का वो पक्ष उभरता है जिसमें वह कई लड़कियों को अपनी मोह जाल में फंसाता जाता है. कई बार उसे अलग अलग लड़कियों के साथ कईयों ने देखा भी, लेकिन मधु न जाने क्यों उन पर विश्वास नहीं करती. അങ്ങനെയാണ് പിന്നീടാണ് ഓർത്തെടുക്കുമ്പം ഈ നവീൻ പല പെണ്ണുങ്ങളുമായിട്ടും പല സ്ഥലത്തും പല സന്ദർഭങ്ങളിലും പലരും കണ്ടവരുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ മധു വിചാരിച്ച് കൊളീഗ്സ് ആയിരിക്കും, അല്ലെ കസിൻസ് ആയിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഒരു ഇത്രയും ഓപ്പൺ വേൾഡിൽ അങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സംശയിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ നവീനെ അങ്ങ് വിശ്വസിച്ചു. वह मधु के साथ काफ़ी पॉसेसिव हो जाता था. वह नहीं चाहता था कि मधु किसी और लड़कों से ज़्यादा घुले मिले, चाहे वो मधु के कोलीग्स ही क्यों ना हो.
जब कभी मधु और उसके बीच किसी बात को लेकर झगड़ा हो जाता तो നവീൻ एकदम से रूठ जाता. അതുപോലെ ഇയാളുടെ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത, നവീൻ സ്വയം മറ്റ് പെണ്ണുങ്ങളുമായിട്ട് ഒരുപാട് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വെക്കും, പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് വെക്കും. പക്ഷേ മധുവിൻ്റെ കൊലീഗ്സുമായിട്ട്, പ്രത്യേകിച്ച് പുരുഷ കൊലീഗ്സുമായിട്ട് അല്പം ഒന്ന് കൂടുതൽ ഇടപെടുന്ന കണ്ടാൽ, അല്ലെങ്കിൽ ഫോൺ ചെയ്യുന്ന കണ്ടാൽ ഒക്കെ മധു വളരെ പൊസസീവ് ആവും. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഈ ഒരു സ്വഭാവം കണ്ടിട്ട് മധു വിചാരിച്ച എന്താണ്, ഇയാൾക്ക് ഒരിക്കലും അങ്ങനെ വേറെ റിലേഷൻഷിപ്പ് ഒന്നും കാണില്ല, കാരണം എന്നെ അലൗ ചെയ്യുന്നില്ല, മറ്റ് സുഹൃത്തുക്കളുമായിട്ട് ബോയ്സ് ആയിട്ട് ഫ്രണ്ട്ലി ആവാൻ ഇയാൾ അലൗ ചെയ്യുന്നില്ല. അപ്പം നാച്ചുറലി ഇയാളും വേറെ പെണ്ണുങ്ങളുമായിട്ടൊന്നും അങ്ങനെ റിലേഷൻഷിപ്പ് കാണില്ല. और जब कभी उन दोनों में झगड़ा हो जाता था तो नवीन एकदम रूठ जाता था और मनाने का काम हमेशा मधु को ही करना पड़ता. ഇവർ തമ്മിൽ എന്തെങ്കിലും കാരണവശാൽ പിണങ്ങുകയാണെങ്കിലും എപ്പോഴും നവീൻ അങ്ങ് പിണങ്ങും, പിന്നെ ഇണങ്ങാൻ മധു തന്നെ ചെല്ലണം. അത് നവീൻ്റെ ഈഗോ ഒരിക്കലും നവീൻ താന്നു വരത്തില്ലായിരുന്നു. അതും നവീൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകതയാണ്. മധു തന്നെ ചെന്ന് ക്ഷമ പറഞ്ഞ് പിന്നെയും കൂട്ടാവണം. नवीन का यह अदा दूसरों के सामने न झुकने की अदा कई बार मधु को दुखी तो कर जाती है, लेकिन मधु को उसकी ओर आकर्षित भी करती रही. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ താഴാത്ത ഈ ഒരു സ്വഭാവം പല പ്രാവശ്യവും മധുവിന് അത് വളരെ പെയിൻഫുള്ളായിട്ട് തോന്നിയെങ്കിലും ഇതേ സ്വഭാവം കാരണം മധു പിന്നെയും ഏതോ ഒരു അദൃശ്യ ശക്തി പോലെ ഈ നവീൻ്റെ പുറകെ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരുന്നു. പെയിൻ ആയിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു മധുവിന്, പക്ഷേ ഈ ഒരു വാശിയാണ് മധുവിനെ പിന്നെയും നവീനിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. नवीन के चरित्र की यह खास विशेषता थी दूसरों को झुकाते जाना, इतना झुकाना कि सामने वाला टूट कर बिखर जाए. അത് നവീൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. മറ്റുള്ളവരെ അങ്ങ് താത്തി അങ്ങ് അവസാനം താന്ന് ചവിട്ടി തേക്കുന്നൊരു അവസ്ഥയാവും. वह झूठ भी इतनी चतुराई से बोलता था कि सामने वाला उसे सच समझता है. നവീൻ की मर्दानगी സ്ത്രീ के सामने ഹാർന നെഹി ചാത്തി തി. കള്ളം പറയുന്നതും വളരെ പെർഫെക്റ്റ് ആയിട്ടായിരുന്നു. എന്നുവെച്ചാൽ കേൾക്കുന്നവന് ഒരിക്കലും ഇവൻ കള്ളം പറയുവാണെന്ന് തോന്നത്തില്ലായിരുന്നു. അതും നവീൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. സ്ത്രീ സെ ഹാർന വഹ കിസി ഭി कीमत पर बर्दाश्त नहीं कर सकता था, लेकिन अंत में जब उसे पता चलता है कि उसके अपने बच्चे रिद्धि और सिद्धि आदित्य को पिता पुकार रहे हैं तो उसके अहम को धक्का लगता है. അവന് ഒരിക്കലും ആരുടെയും മുമ്പിൽ തോക്കുന്നതോ കുനിയുന്നതോ ഇഷ്ടമല്ലായിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മുമ്പിൽ. പക്ഷേ ലാസ്റ്റിൽ ഒരു മധു കള്ളം പറഞ്ഞ് നാടകീയമായി ഇവനെ വീട്ടിൽ വരുത്തിച്ച് എന്താ ചെയ്യുന്നത്, തൻ്റെ മക്കളുടെ അച്ഛൻ ആദിത്യനാണെന്ന് മക്കളെ ധരിപ്പിച്ച് വെച്ചിട്ട് ഇവനത് കണ്ട് ഷോക്കടിക്കും. കാരണം ഇവനറിയാം ഇവൻ്റെ മക്കളാണെന്ന് ഇവനറിയുകയും, പക്ഷേ ഇവൻ്റെ മക്കൾ റിദ്ധിയും സിദ്ധിയും ആദിത്യനെയാണ് അച്ഛൻ എന്ന് വിളിക്കുന്നത് എന്നുള്ളൊരു ഫാക്റ്റ് ഇവന് മനസ്സിലാവും. तो उसके अहम को धक्का लगता है. उसने सोचा था मधु जीवन में अकेली पड़ गई होगी और उसे एक बार फिर उल्लू बनाया जा सकता है, लेकिन अंत में नवीन स्वयं उल्लू बन जाता है. വർഷങ്ങൾക്ക് ശേഷം മധുവിനെ കാണുമ്പോൾ ഒറ്റയ്ക്ക് വിഷമിക്കുന്ന മധുവിനെ ആയിരിക്കും കണ്ടുകിട്ടുന്നത്. മധുവിനെ പിന്നെയും വലയിലാക്കാം, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നുകൂടെ പൊടി തട്ടി എടുക്കാം ഇമോഷൻസിനെ എന്നൊക്കെ പറഞ്ഞ് ചെന്ന നവീൻ അവസാനം നവീൻ അങ്ങ് സ്വയം വിഡ്ഢിയായിട്ട് തിരിച്ചു വരും. അപ്പം നവീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ്. ഞാനിതിനെ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് മൊബൈലിന് വേണ്ടി സ്പെഷ്യൽ ഒരു വീഡിയോ ഇടാൻ ഒരുപക്ഷെ എനിക്ക് സമയം കിട്ടിയില്ലെന്ന് വരും, കാരണം ഇനിയിപ്പോൾ മറ്റന്നാളാണ് ഞങ്ങളുടെ എക്സാം. അപ്പോൾ ഈ ഷോർട്ട് ടൈമിൽ എനിക്ക് കോളേജിലും പോകണം, അപ്പം വർക്കിംഗ് ഡേ ആണ്, അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാത്തിനും ടൈം കിട്ടിയില്ലെന്ന് വരും. അതുകൊണ്ട് ഈ എസ്സേസ് തന്നെ നിങ്ങൾക്ക് ഉപകരിക്കും. മൊബൈലിൽ അല്ലെങ്കിലും ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വെറി ആവേണ്ട കാര്യമില്ല. അതാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. पंडित जी दुखी के साथ कैसा व्यवहार करता है. സോ ദിസ് ഈസ് ഫ്രം സദ്ഗതി, പ്രേംചന്ദിൻ്റെ. നമ്മൾ വിശദമായിട്ട് സദ്ഗതിയൊക്കെ സെപ്പറേറ്റ് വീഡിയോസൊക്കെ ഇട്ടതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ധാരാളം അറിയാം. സോ ഇവിടെ ഞാൻ വലിയ ഓവറായിട്ട് പറയുന്നില്ല. दुखी अपनी बेटी की सगाई के लिए साइद सगुन निकलवाने के लिए पंडित घासीराम के यहाँ आया था. നസ്രാനെ के लिए घास की एक गठरी ले जाता है. കാഴ്ചയ്ക്കായിട്ട് ഒരിക്കലും ഫ്രീ ഹാൻഡഡ് ആയിട്ട് പോകത്തില്ല, കാരണം വെറും കൈയോടെ ചെന്ന് കണ്ടാൽ അയാൾക്ക് ദേഷ്യം വരും പണ്ഡിത്തിന്. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ഒരു കാഴ്ച വസ്തുവായിട്ടാണ് ഈ പാവം ദുഃഖി ചെല്ലുന്നത്. അപ്പോൾ അന്നും ഒരു കെട്ട് പുല്ലുമായിട്ടാണ് ചെന്നത്. എന്തിനാ ചെന്നത്? മകളുടെ കല്യാണത്തിനൊരു മുഹൂർത്തം കുറിപ്പിക്കാൻ വേണ്ടി പണ്ഡിത്തിനെ കൊണ്ട്.
और बड़ी ശ്രദ്ധാപൂർവക് पंडित जी से अपने घर पधारने की विनती करता है. വളരെ വിനയത്തോടെ പറയും ഞങ്ങളുടെ വീട്ടിലൊന്ന് വരണേന്ന്. लेकिन पंडित घासी राम शाम तक की अपनी व्यस्तता जाहिर करता है और पूरा दिन अपने घर ദുഃഖി से काम करवाता है. ദിവസം മുഴുവനും ആ പാവപ്പെട്ട വിശന്ന് വന്ന ആ ദുഃഖിയെ കൊണ്ട് വീട്ടുജോലി ചെയ്യിപ്പിക്കും. अपने द्वार पर झाड़ू लगवाता है, बैठक को गोबर से लिपवाता है और मोटी मोटी लकड़ी को चीरने का काम सौंपता है. ഒരുപാട് കാര്യങ്ങൾ, പുല്ലെടുത്ത് അവിടെ നിന്ന് എടുത്ത് ഇവിടെ ഇടണം, ചാണകം മുറ്റമെല്ലാം ചാണകം ഇരിക്കണം, മുറ്റമടിക്കണം, പിന്നെ വിറക് കീറണം. സുബഹ സെ ഭൂഖാ ദുഃഖി കോ ഇത്തനാ സാരാ കാം സോംപനെ കെ ബാവജൂദ് ഖാനെ കോ കുച്ച് ദേത്താ ഭി നഹി. ഭക്ഷണം പോലും കൊടുക്കില്ല. അത്രയ്ക്ക് ക്വസ്റ്റ്യൻ എന്തുവാണ്? പണ്ഡിറ്റ് ജി ദുഃഖി കെ സാത്ത് കേസാ വ്യവഹാർ കർത്താ ഹെ? ബഹുത് ബുറാ വ്യവഹാർ കർത്താ ഹെ. ഭക്ഷണം പോലും കൊടുക്കും. മൃഗങ്ങൾക്കായാൽ പോലും നമ്മൾ ഉച്ചയാകുമ്പോൾ ഇച്ചിരി ഭക്ഷണം കൊടുക്കും. അല്പം മനുഷ്യത്വമുള്ളവർ. പക്ഷേ ഇയാളെ കൊണ്ട് ഇത്രയും ജോലി ഫ്രീക്ക് ചെയ്യിപ്പിച്ചിട്ട്, എന്നിട്ട് ഈ വന്ന ദുഃഖിയാണെങ്കിൽ ഇയാൾക്ക് കാഴ്ചയ്ക്ക് വേണ്ടി വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ, പട്ടിണിയാണെങ്കിലും പണ്ഡിത്തിന് കൊടുക്കാൻ ഒരുപാട് സാധനങ്ങൾ പ്ലേറ്റിൽ ഒരുക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. और तो और चिलम जलाने के लिए जब आग मांगता है तो पंडिताइन बहुत भला बुरा कहती है और दुखी की तरफ अवज्ञा से जब आग फेंकती है तो आग की एक बड़ी सी चिंगारी दुखी के सिर पर पड़ती है. അത് ആ ബീഡി കത്തിക്കാൻ അല്പം ആ ചിലം കത്തിക്കാൻ അല്പം ഒന്ന് തീ ചോദിച്ചപ്പോൾ ആ പണ്ഡിതായിൻ തീ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക ചെയ്തത്. അത് അയാളുടെ തലയെ കൊള്ളുകയും ചെയ്തു. और अंत में दिन भर लकड़ी चीरते चीरते भूख से पीड़ित कमज़ोर दुखी मर जाता है और कोई चमार उसकी लाश उठाने नहीं आता. തബ് പണ്ഡിറ്റ് ക്യാ കർത്താ ഹെ? അയാളുടെ വീടിൻ്റെ മുറ്റത്ത് ഈ സ്ത്രീകളെല്ലാം വന്ന് നിലവിളിക്കുന്നു. അവർക്ക് അരോചകമായിട്ട് തോന്നും ഈ കരച്ചിൽ, ഇല്ലേ? പണ്ഡിത്തായൻ പറയുന്നുണ്ട്, ഇതുങ്ങളിലേക്ക് തൊണ്ട കീറി ഇങ്ങനെ കിടന്ന് കരയുന്ന എന്തിനാ നാശങ്ങൾ. കുറച്ച് കഴിഞ്ഞപ്പം ശവത്തിന്ന് ദുർഗന്ധം അടിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പരസ്പരം ഭാര്യയും ഭർത്താവും പറയുകയാണ്, ഇതുങ്ങളൊക്കെ എന്തൊക്കെയാണ് കഴിക്കുന്നത്? കാണുന്നെല്ലാം വലിച്ചുവാരി കഴിക്കില്ലേ? എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ടെന്നൊന്നും ഇതുങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ശവത്തിന് ഇത്രയും പെട്ടെന്ന് സ്മെല്ല് വരുന്നത്. അങ്ങനെ രാവിലെ ആവുമ്പം പണ്ഡിറ്റ് എന്താ ചെയ്യുന്നത്? ലാഷ് കോ रस्सी से बांध कर घसीटते हुए गांव के बाहर खेतों में छोड़ आते हैं और वहाँ उसकी अवस्था क्या होती है? गिद्ध कुत्ते और कौवे उसे नोच डालते हैं. അവൻ്റെ ശവശരീരം ഈ കാർണിവോറസ് ആനിമൽസും ബേർഡ്സും ഈ വൾച്ചർ, ഈഗിൾ ഇങ്ങനത്തെയൊക്കെ മാംസം ഭക്ഷിക്കുന്ന ജന്തുക്കളെല്ലാം അത് വലിച്ചു കീറും. ഹിന്ദിയിലൊരു പൊതുവെ ഒരു ചൊല്ലുണ്ട്, ഗ്രാമീണർ പറയും, വളരെ ദേഷ്യം വരുമ്പോൾ അവർ പരസ്പരം ചീത്ത വിളിക്കുന്ന പോലെ, ശപിക്കുന്ന പോലെ പറയും, തെരെ ലാഷ് കോ കുത്തേ ഖായ്, തെരെ ലാഷ് കോ കൗവേ ഖായ് എന്ന് വെച്ചാൽ നിൻ്റെ ശവം പുഴുത്ത് നാറട്ടെ എന്നൊക്കെ പറയുന്ന പോലെ. അത് തന്നെ ഇവിടെ ദുഃഖിക്ക് സംഭവിക്കുന്നു. ഓക്കെ, तो पंडित जी दुखी के साथ बहुत बुरा व्यवहार करता है. सो नेक्स्ट क्वेश्चन इज प्रधान समाज में मधुलिका और फरहत के संघर्ष पर प्रकाश डालिए. മധുലിക और ഫർഹത്ത് ഇവരുടെ സംഘർഷ്, ഈ ലൈഫിൽ, ഈ ഒരു ഡൽഹി മഹാനഗരത്തിൽ അവരുടെ ലൈഫിലെ സ്ട്രഗിൾ എന്തായിരുന്നു? അത് പുരുഷ് പ്രധാൻ സമാജമേ, പിതൃസത്താത്മക് സമാജ് അല്ലെങ്കിൽ പേട്രിയാക്കൽ സൊസൈറ്റിയിൽ, പുരുഷന്മാർക്ക് ആധിപത്യമുള്ളൊരു സൊസൈറ്റിയാണ് പേട്രിയാക്കൽ സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ സ്ത്രീകൾ എന്ന നിലയ്ക്ക് ഫർഹത്തിനും മധുലികയ്ക്കും എന്തായിരുന്നു അവരുടെ അവസ്ഥ? എന്തൊക്കെ സ്ട്രഗിളാണ് അവർക്ക് നേരിടേണ്ടി വന്നത്? ഇതാണ് ചോദ്യം. मधु और फरहत आगरा और अलीगढ़ से ज़िंदगी में कुछ बनने के लिए दिल्ली महानगर आती हैं. ഒരാൾ ആഗ്രയിൽ നിന്നും ഒരാൾ അലിഗഡിൽ നിന്നും ഇവിടെ വന്ന എന്തിനാണ്? ഡൽഹിയിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനാണ് വന്നത്. दोनों जीवन को खुले नज़रिए से देखती हैं. समाज की पाबंदियों को नज़रअंदाज करके वे जीवन को उन्मुक्त तरीके से जीती है. സമൂഹത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അവരിവിടെ വെറുതെ വന്നതല്ല. അവരുടെ റിലേറ്റീവ്സ് പറഞ്ഞു, ഒറ്റയ്ക്കൊന്നും ടൗണിൽ പോയി ജീവിക്കേണ്ട, പെണ്ണുങ്ങൾ ചീത്തയാവും, സ്ത്രീകൾ തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ നിന്നാണ് ഇവർ രണ്ടുപേരും. ഫർഹത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് പോകുന്നതേ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ തൻ്റെ അമ്മയുടെ അവസ്ഥയും പിന്നെ തൻ്റെ മുസ്ലിം സമുദായത്തിലെ മറ്റ് സ്ത്രീകളുടെയും ദുരവസ്ഥയും കണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് വെച്ചാണ് ഫർഹത്ത് അവരുടെ അനിഷ്ടം ഉണ്ടായിട്ട് കൂടി ജോലിക്ക് വന്നത്. അപ്പോൾ അങ്ങനെ വന്ന രണ്ടുപേരാണ്. लेकिन पुरुष प्रधान समाज में एक स्त्री होने के कारण उन्हें कई प्रकार की मुसीबतों का सामना करना पड़ता है. സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഈ പുരുഷ പ്രധാൻ സമാജിലെ, പുരുഷന്മാർക്ക് മേധാവിത്വമുള്ള സമൂഹത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു.
ലഡ്കിയോं കാ മഹാനഗർ ദില്ലി മേ അക്കേല രഹന ഭി ജോഖിം ഭര കാം ഥ. അപ്പോൾ ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ അവർ ആ മഹാനഗരത്തിൽ ഒറ്റയ്ക്ക് 2 പെണ്ണുങ്ങൾ മാത്രം ഒരു വീടെടുത്ത് താമസിക്കുമ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അവർക്ക് ടെൻഷനാണ് എപ്പോഴും. ഒരാൾ നാട്ടിൽ പോകുമ്പോൾ മറ്റൊരാൾ ഒറ്റയ്ക്കാവും. അപ്പോൾ എപ്പോഴും വല്ല കള്ളന്മാർ വന്നോ അല്ലെ വല്ലൊരു ആക്രമിക്കാൻ വന്നോ എപ്പോഴും ഒരു ടെൻഷനുണ്ട്. ഉസ് ഹിസാബ് സെ ഉन्हें भी भय अक्सर सताता था, ഖാസ്കർ ജബ് ഉന്മേ സെ കോയി ഏക് അപ്നി ഗാവ് ചലി ജാത്തി थी. അതവിടെ നോവലിൽ ഒരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. അടുത്തുള്ളൊരു വീട്ടിൽ ഒരു കൊല നടന്നു. അപ്പോൾ ഇവർക്ക് പേടിയാവും ഇവർ ഒറ്റയ്ക്ക് താമസിക്കുമ്പം. महानगर में बड़े कंपनी में नौकरी तो कर रही थी, लेकिन अपनी मेहनत के हिसाब से जब उन्हें इंक्रीमेंट मिलता है तो उन पर इल्ज़ाम लगाया जाता है कि वो लड़की हैं इसलिए इंक्रीमेंट मिला. വലിയ സിറ്റിയൊക്കെയാണ്, പക്ഷേ ഒരു ഇൻക്രിമെൻറ്റ് മധുവിന് കിട്ടിയപ്പോൾ എല്ലാവരും അത് പെണ്ണായതുകൊണ്ടാണ്, അവൾ ബോസുമായിട്ട് എന്തെങ്കിലും അവിഹിതം കാണും. ഇവിടെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിലെ ആദിത്യൻ നവീനും വരെ അത് പറയും, നീ ഒരു യൂസറാണ്, നീ ബോസിന് വേണ്ടി വഴങ്ങിക്കൊടുത്തുകൊണ്ടാണ് നിനക്ക് ഇൻക്രിമെൻറ്റ് കിട്ടിയത്. नौकरी में लड़कियां अपने मेहनत के हिसाब से तरक्की पाती है, तब भी उन्हें केवल शरीर के हिसाब से ही आंका जाता है. മെഹനത്ത് കെ ഹിസാബ് സെ തരക്കി പാന മീൻസ് ടു പ്രോഗ്രസ്. തൻ്റെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നതോ ഇൻക്രിമെൻറ്റ് കിട്ടുന്നതോ ഒക്കെ അവരുടെ കഷ്ടപ്പെട്ട് കിട്ടുന്നതാണെങ്കിലും, പക്ഷേ പെണ്ണായതുകൊണ്ട് പുരുഷ സമൂഹം എപ്പോഴും പറയും ഇവൾ വേറെ വഴിയിലാണത് സാധിച്ചെടുത്തത്. ഖാസ്കർ സാത്ത് കാം കർനെ വാലെ പുരുഷോं की मानसिकता इस प्रकार की होती है. फरहत को तो बचपन से ही पिता द्वारा जीवन में കടുവ അനുഭവം പ്രാപ്ത് हुआ. ഇനി പുരുഷ സമാജിലെ ഫർഹത്തിൻ്റെ ലൈഫിലാണെങ്കിൽ അച്ഛനിട്ടിട്ട് പോയ ഒരവസ്ഥ, അത് ഫർഹത്തിന് പണ്ടുതൊട്ടേ പുരുഷന്മാരോട് തന്നെ ഒരു വിരക്തിയായി. വേ ഉസെ और उसकी माँ को एकदम बेसहारा छोड़ चले गए थे. फरहत ने मुस्लिम समुदाय के इस प्रकार परित्यक्ता और भी अनेक स्त्रियों के दुख को देखा और महसूस किया. അച്ഛൻ തന്നെ ഇട്ടിട്ട് പോയതുപോലെ വേറെയും ഒരുപാട് മുസ്ലിം സഹോദരികളുടെ അവസ്ഥ ഫർഹദ് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇസ് കാരണം പുരുഷ समाज से ही फरहत को विरक्ति सी हो गई थी. उसने तो शादी ही न करने का फैसला ले लिया था. വിവാഹമേ വേണ്ട എന്ന് വരെ ഫർഹത്ത് തീരുമാനിക്കും ഈ ഒരു കാരണം കൊണ്ട്. मधु काफ़ी खुले विचारों वाली थी, उसकी माँ भी काफ़ी खुले विचारों वाली थी, लेकिन मधु को नवीन से जो अनुभव प्राप्त हुए वह काफ़ी दर्दनाक था. उसे नवीन के संग रहकर पुरुषों के अहम भाव के बारे में काफ़ी कुछ बारीकी से पता चला. पुरुष कभी स्त्री के सामने झुकना पसंद नहीं करता, यह नवीन के स्वभाव से उसे पता चलता है. पुरुष प्रधान समाज ने मधु को यह समझा दिया कि आज भी लड़कियां चाहे कितनी ही कमाती हो, कहीं भी आ जा सकती हो, लेकिन सच्चाई तो यह है कि क्या वो वास्तव में आत्मनिर्भर है. ഈ പുരുഷ് പ്രധാൻ സമാജ് മധുവിന് കൊടുത്ത പാഠം എന്താണ്? ഇന്നും എത്രയൊക്കെ ഡെവലപ്മെൻ്റ് ആയാലും, സ്ത്രീകൾ ഏതൊക്കെ മേഖലയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയാലും, ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയാലും, പുരുഷ് കെ ബിന വോ അധൂരി ഹെ. മധുവിനെ അവൻ ചീറ്റ് ചെയ്തപ്പം അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സ്ത്രീ ബിൽക്കുൽ അസഹായ ഹെ. पुरुष के सहयोग के बिना नारी का जीवन अधूरा ही रहा. मधु का एकांकी जीवन यही साबित करता है. ഇത് ഞാൻ ഇത്രയും ആക്ച്വലി 4 മാർക്സിന് ഞാൻ ഈ നോവലിൻ്റെ ഭാഗം വരുമ്പോൾ ഇച്ചിരി കൂടുതൽ പറയുന്നുണ്ട്. നിങ്ങൾ ഇത്രയും 4 മാർക്സിന് എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് നോവലിൻ്റെ എസ്സേസിനൂടെ യൂസ് ചെയ്യാം, അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളേ. 30th ക്വസ്റ്റ്യൻ, ചിത്ര മുദ്ഗൽ കാ പരിചയ ദീജിയെ. അത് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് കുട്ടികൾക്ക് ആക്ച്വലി ചോദിച്ചാൽ ബുദ്ധിമുട്ടുളവാക്കുന്നൊരു ചോദ്യമാണ്. ചിത്ര മുദ്ഗൽ കാ പരിചയ ദീജിയെ ദോമിൻ കാക്കി എഴുതിയ ഓതറാണ് ചിത്ര മുദ്ഗൽ. അപ്പോൾ ഓതർ ഡിസ്ക്രിപ്ഷനിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൽ ഓം പ്രകാശ് വാൽമീകിക്ക് വ്യക്തിത്വ എവ കൃതിത്വ പ്രകാശ് ഡാലി എന്ന ക്വസ്റ്റ്യൻ 33, അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ചിത്ര മുദ്ഗലിനെ പറ്റി പറയുകയാണെങ്കിൽ, बाल्यावस्था से ही कुछ ऐसे परिवेश उन्हें मिला जहाँ मान मर्यादा, सम्मान, इज्जत आदि की बात तो की जाती थी, मगर वही घर की औरतों के साथ जानवरों से भी बुरा सलूक किया जाता था. ചിത്ര മുദ്ഗലിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹൈ ക്ലാസ് കുടുംബമായിരുന്നു. പക്ഷേ വീട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. അവർ മൃഗങ്ങളിനേക്കാളും അതായിട്ടായിരുന്നു അവരെ ട്രീറ്റ് ചെയ്തിരുന്നത്. കദം കദം പർ ശോഷൻ, അപമാൻ,
ഇസ് വാതാവരൺ ने ही ചിത്ര ജി को വിദ്രോഹി ബനാ ദിയ. അപ്പോൾ ഫാമിലിയിൽ കണ്ട ചില കാര്യങ്ങൾ, സ്ത്രീകളോട് ഉള്ള പെരുമാറ്റം, ആണിനെയും പെണ്ണിനെയും വളർത്തുന്ന രീതിയിലുള്ള പെരുമാറ്റം, ഈ ഒരു ഡിസ്ക്രിമിനേഷനാണ് ചിത്രാനെ ചെറുപ്പത്തിൽ തന്നെ ഒരു റിബല്യസ് ക്യാരക്ടറാക്കി മാറ്റിയത്. परिणाम स्वरूप उनको जिस कार्य को करने के लिए कहा जाता उसी के विरुद्ध वह जा खड़ी होती. എന്ത് ചെയ്യണം, ഹൈ ക്ലാസ് ആണല്ലേ, ഇത്രയും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു നിലയും വിലയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും, അതിന് നേരെ ഓപ്പോസിറ്റ് ചിത്രാജി ചെയ്യുമായിരുന്നു. तभी उन्होंने सोच लिया था कि वह बनी बनाई लीग पर नहीं चलेगी, वह अपना रास्ता अपने आप बनाएगी. बनी बनाई लीग पर चलना, കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കുക, അങ്ങനെ പോകുന്ന അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. वो अपने आप अपना रास्ता बनाएगी. इसलिए अपने पिता के घर के सुख और ऐशो आराम की ज़िंदगी को त्याग कर वह अवध नारायण के साथ झुग्गी में വൈവാഹിക് ജീവൻ ബിത്താന ज़्यादा പ്രിയ സംജി. ഇൻ്റർകാസ്റ്റ് മാരേജാണ് ഇവർ ചെയ്തത്. വളരെ റെബല്യനായിട്ട്, അതുപോലെ അച്ഛൻ്റെ സകല സുഖ സൗകര്യമുള്ള വീട്ടിൽ നിന്ന് തീരെ സൗകര്യമില്ലാത്ത ചെറിയ ജുഗി, ചെറിയ കുടിലേക്കാണ് മാറിയത് അവധ് നാരായൺജിയുടെ കൂടെ. അപ്പോൾ അത് അവരുടെ ഒരു വലിയൊരു ചാലഞ്ചായിരുന്നു. ലൈഫിനെ തന്നെ അവർ ചാലഞ്ചാക്കി എടുത്ത സ്ത്രീയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഓതർ ഡിസ്ക്രിപ്ഷനിൽ ഇത് ഒരു പക്ഷേ പറയത്തില്ല. वह लेखन के अलावा चित्रकला और महिलाओं के लिए संघर्ष करने में भी गहरी रुचि रखती है. അപ്പം ഒഫീഷ്യലി അവർ ഒരു പോസ്റ്റ് ഒഫീഷ്യലി അവർ ഇന്ന ജോലി ചെയ്തില്ല, പക്ഷേ ജീവിതകാലം മുഴുവനും ഈ തൊഴിലാളി സ്ത്രീകൾക്ക് വേണ്ടി, വീട്ടു ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി അവർക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും വരെ അവർ വർക്ക് ചെയ്തു. അതെന്താ ഞാനിവിടെ പറയുന്നുണ്ടോ എന്തോ, ജാഗരൺ, കാംവാലി ബായിയോം കെ ലിയെ ജാഗരൺ നാമക് സംസ്ഥ. അപ്പം ലൈഫ് തന്നെ ഒരു സോഷ്യൽ വർക്കായിട്ട് മാറ്റിയ ഒരു ലേഡിയാണ് ചിത്ര മുദ്ഗൽ. പിന്നെ ഒരു ഫിലിം സെൻസർ ബോർഡിൻ്റെ മെമ്പറായിരുന്നു. പിന്നെ നോവൽസ് ആണെങ്കിൽ 3 മെയിൻ നോവൽസ്, ഏക് ജമീൻ അപ്നി, ആവ, ഗിലിഗഡു, ഈ 3 നോവലിൻ്റെ പേര് ഓർത്തിരിക്കണം. 13 കഹാനി സംഗ്രഹ, 13 സ്റ്റോറി കളക്ഷൻസ് ഉണ്ട്. പിന്നെ 2018 സാഹിത്യ അക്കാദമി പുരസ്കാർ से सम्मानित किया गया. इनकी कहानियाँ अनायास ही पाठकों को अपनी ओर खींचती है. പ്രത്യേകിച്ച് എഫേർട്ടൊന്നുമില്ല, നമ്മളെ വായിക്കുന്ന ആളിനെ ആ കഥയിലേക്ക് അങ്ങ് വലിച്ചാകർഷിക്കാനുള്ള കഴിവ് ഇവരുടെ കഥകൾക്ക് ഉണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 31st ക്വസ്റ്റ്യൻ, മാ റസോയി മേ രഹത്തി ഹെ എന്ന കഥയിൽ നിന്നാണ്. सबको सब मिलकर बनाते हैं, हम सब, बेटियां भी इसी तरह बन जाती है. लेकिन आज के ज़माने में क्या कह सकते हैं, शायद वह कुछ अलग होती, कुछ अलग बन जाती. സപ്രസംഗ് വ്യാഖ്യ കീജിയെ. ഇതൊരു ചോദ്യം ഈ പുത്രൻ ചോദിക്കുന്നതാണ്. അമ്മയ്ക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ ആയിരിക്കുമോ എന്ന് വെച്ചാൽ, അമ്മ അടുക്കളയിൽ നിന്ന് വെളിയിലിറങ്ങത്തില്ലല്ലോ. മകളിനെ അമ്മ ഇങ്ങനെയായിരുന്നോ വളർത്തുന്നത്? ഒരു കാര്യത്തിനും വെളിയിലിറങ്ങാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു മകളായിരിക്കുമോ അമ്മയ്ക്കുണ്ടായിരുന്നെങ്കിൽ അമ്മ വളർത്തിയിരുന്നത്? അങ്ങനൊരു ചോദ്യം മകൻ ചോദിക്കുമ്പോൾ അമ്മ പറയുന്ന മറുപടിയാണ്. प्रस्तुत प्रसंग कुमार अम्बुज जी की माँ रसोई में रहती है नामक कहानी से उद्धृत है, जो पितृसत्तात्मक समाज में स्त्री के अस्तित्व के प्रश्न को जोरों से उठाती है. പിതൃസത്താത്മക സമാജ്, പാട്രിയക്കൽ സൊസൈറ്റിയിലെ പുരുഷ പ്രാധാന്യമുള്ള സമൂഹത്തിലെ സ്ത്രീയുടെ അസ്തിത്വത്തിൻ്റെ ഒരു ഇഷ്യൂ റേസ് ചെയ്യുന്ന ഒരു കഥയാണ് മാ റസോയി മേ രഹത്തി ഹെ. समाज में लड़कियों के जन्म से लेकर कई प्रकार की पाबंदियाँ होती है. പാബന്ദിയ എന്ന് വെച്ചാൽ അരുത്, തടസ്സങ്ങൾ. സ്ത്രീ പെൺകുട്ടി ജനിക്കുമ്പം തൊട്ട് ഇന്നത് ചെയ്യണം, ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ചെയ്തുകൂടാ, അങ്ങനെ ഒരുപാട് റൂൾസ് ഉണ്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ട്. कहाँ जा सकती है, क्या क्या कर सकती है, कहाँ जाना मना है, किसके साथ दोस्ती की जा सकती है, यहाँ तक कि उठने बैठने में कई प्रकार की पाबंदियाँ लगी रहती हैं. ആരുടെ കൂടെ സംസാരിക്കാം, ആരുടെ കൂടെ കൂട്ടുകൂടാം, എവിടെ പോകാം, അങ്ങനെ അങ്ങനെ ഒരുപാട് പാബന്ദിയാണ്, തടസ്സങ്ങൾ. പുരുഷ് ഇൻ പാബന്ദിയോं को सख्ती से लागू करवाता है और धीरे धीरे स्त्री इस नियंत्रण को आदत सी बना लेती है. അപ്പോൾ പുരുഷന്മാർ ഈ റൂൾസൊക്കെ അപ്ലൈ ചെയ്യിപ്പിക്കും. എങ്ങനെയെങ്കിലും സ്ത്രീകളെ കൊണ്ട്, കുടുംബത്തിലെ സ്ത്രീകളെ കൊണ്ട്, പെങ്ങന്മാരെ കൊണ്ട്, അമ്മമാരെ കൊണ്ട്, ഭാര്യമാരെ കൊണ്ട്, പെൺമക്കളെ കൊണ്ട് എല്ലാം അവരിത് അനുസരിപ്പിക്കും. പിന്നെ ധീരെ ധീരെ ക്യാ ഹോത്താ ഹെ, സ്ത്രീ കണ്ടീഷനിങ് ആവും. സ്ത്രീ ഇസ് നിയന്ത്രൺ കോ ആദത് സി ബനാ ലേത്തി. സ്ത്രീക്ക് പിന്നെ അത് ശീലമാവും. ഈ അമ്മയ്ക്കും അതുപോലാണ്, ഈ അമ്മയ്ക്കും അത് ശീലമാണ്. യഹി നഹി സ്ത്രീയാ ബി ഇൻ പാബന്ദിയോं को अपनी ബഹു ബേട്ടിയോं पर लागू करती है. അത് മാത്രമല്ല, ഈ സ്ത്രീകൾ പിന്നെ അവർ അതാണ് അനുഭവിച്ചത്, അവർക്കതാ ശീലം.
അത് അവരുടെ പുരുഷന്മാർക്ക് അതാ ഇഷ്ടം, അവരുടെ അച്ഛനും അവരുടെ ആങ്ങളയ്ക്കും അതാണ് ഇഷ്ടം, അവരുടെ ഭർത്താവിന് അതേ ഇഷ്ടമുള്ളൂ. അപ്പോൾ അവരവരുടെ പെമ്മക്കളെയും ഇങ്ങനെ തന്നെ കണ്ടീഷൻ ചെയ്യും. और इस प्रकार सब मिलकर सबको बनाते हैं, बेटों को अलग तरह से बनाते हैं. बेटों को बचपन से ही यह एहसास दिलाते हैं कि समाज में उनका वर्चस्व स्त्रियों से ऊपर है. ആ മക്കളെ വളർത്തുമ്പോൾ ഈ ഒരു കാര്യം മെസ്സേജ് അറിഞ്ഞോ അറിയാതെയോ മുതിർന്നവർ കൊടുക്കും. എന്നുവെച്ചാൽ എന്താ, നീ പെൺമക്കളെക്കാളും ഒരു പടി മുന്നോട്ടാണ്. അപ്പോൾ ചെറുതിലേ തൊട്ടേ ആൺകുട്ടികൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട്. और लड़की को सब मिलकर ऐसी सीख देते हैं कि उसे अपनी औकात मालूम हो जाती है. പെൺകുട്ടികളെ വളർത്തുമ്പോൾ പെൺകുട്ടികൾക്ക് ഏകദേശം ഒരു പ്രായമാകുമ്പോഴേ അറിയാം. പെൺകുട്ടികൾക്ക് വളർന്നു വരുമ്പം തന്നെ അവരുടെ ലിമിറ്റ് എന്തുവാണെന്ന് ബോധ്യമാവും. അറിഞ്ഞോ അറിയാതെയോ ആ മെസ്സേജ് പെൺകുട്ടികൾക്ക് കിട്ടും. അത് അമ്മമാർ കൊടുക്കും, അച്ഛന്മാർ കൊടുക്കും, മുതിർന്നവരെല്ലാം കൊടുക്കും. वह बचपन से ही जान जाती है कि समाज में वह दोयम दर्जे की नागरिक है. दोयम दर्ജ എന്ന് വെച്ചാൽ സെക്കൻഡ് സെക്സ്. ഷീ ഈസ് ദ സെക്കൻഡ് സെക്സ്. അവൾക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ എന്നവൾ बचपन से ही जान जाती है. कहानी की माँ इस बात का खुलासा करती है कि सबको सब मिलकर बनाते हैं. हम सब बेटियाँ भी इसी तरह बन जाती है. കാരണം ദിസ് ഈസ് ഓൾ അബൌട്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. നമ്മൾ സോഷ്യൽ കണ്ടീഷനിങ് ആണ്. ആൺകുട്ടി വളർന്ന് പെൺകുട്ടിയും വളർന്നു വരുമ്പോൾ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അനുസരിച്ച് പറയുന്നതും കേൾപ്പിക്കുന്നതും അനുസരിച്ച് കുട്ടികളത് ഗ്രഹിക്കുകയാണ്. माँ कुछ हद तक आशावादी भी है. आज के ज़माने में लड़कियाँ काफ़ी उभर कर सामने आ रही है और ऐसे में माँ को लगता है कि आज के ज़माने में अगर उसकी बेटी होती तो शायद कुछ अलग होती. നോക്കൂ, ആ ക്വസ്റ്റ്യനിലെ സെൻറ്റൻസ് നോക്കിയേ. ഷായത് വഹ കുച്ച് അലഗ് ഹോത്തി. ഒരു പക്ഷേ ഇന്നത്തെ കാലമല്ലേ മോനെ, പറയാൻ ഒക്കില്ല. ഒരു പക്ഷേ എൻ്റെ മകൾ വേറെ എന്തെങ്കിലുമായി മാറി, എന്നെപ്പോലെ ആയില്ല. അത് ഉറപ്പ് പറയുന്നില്ല അമ്മയ്ക്ക്. യഹാ ഭി ധ്യാൻ ദേനെ കി ബാത് ഹൈ कि शायद शब्द का इस्तेमाल वे करती है. पूर्ण रूप से नहीं कह पाती कि आज के ज़माने में भी वह कुछ अलग हो पाएगी. അവർ ധൈര്യമായിട്ട് ഇല്ല, ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ എൻ്റെ മോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നേനെ എന്ന് അവർ ധൈര്യമായിട്ട് പറയുന്നില്ല. भारतीय समाज आज भी पितृसत्तात्मक ही तो है. इसलिए माँ पूर्ण रूप से यकीन नहीं कर पाती कि आज की लड़कियाँ कुछ अलग भी बन पाएगी या नहीं. ഇന്ത്യൻ സൊസൈറ്റി ഇപ്പോഴും പാട്രിയാർക്കൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നില്ല. ഷീ ഈസ് യൂസിങ് ദ വേർഡ് ഷായത്. ഷായത് വഹ കുച്ച് അലഗ് ഹോത്തി, കുച്ച് അലഗ് ബൻ ജാത്തി. ഓക്കെ, नेक्स्ट वन इज़ फ्रॉम मोबाइल. क्वेश्चन 32. मधुलिका का चरित्र चित्रण कीजिए. मधुलिका शुक्ला मोबाइल उपन्यास की मुख्य नारी पात्र है. आगरा से दिल्ली महानगर में नौकरी के सिलसिले में आती है. स्वतंत्र विचारों वाली मधु एक ब्राह्मण होते हुए भी മുസ്ലിം സഹേലി ഫർഹത്ത് കെ സാത്ത് രഹത്തി ഹെ. അപ്പോൾ മധുവിൻ്റെ ക്യാരക്ടറിലെ ഓപ്പൺനെസ്സും ആ ചിന്താഗതിയുടെ ഓപ്പൺനെസ്സുമാണ് ആഗ്രയിൽ നിന്ന് വരുന്ന ഒരു ഹിന്ദു ബ്രാഹ്മണായിട്ടുകൂടി ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ജീവിക്കും. പലരും അതിനെ എതിർപ്പ് പറഞ്ഞു. പ്രത്യേകിച്ച് അത് 9/11 കാലഘട്ടമായിരുന്നു. മുസ്ലിംസിനെ എല്ലാവരും വളരെ ശങ്കയോടെ നോക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഉസ് സമയ ബി മധു തീരുമാനമെടുക്കുന്നത് ഒരു പ്രശ്നവുമില്ല, ഞാൻ ഫർഹത്തിനൂടെ ജീവിക്കും. वह अंदर ही अंदर काफ़ी भावुक थी, लेकिन दुनिया को दिखाना चाहती थी कि वह मजबूत दिल वाली है. പിന്നെ മധുവിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു കാര്യം, ഷി വാസ് ബേസിക്കലി വെരി ഇമോഷണൽ, ഭാവുക്. പക്ഷേ ആരുടെ മുമ്പിൽ അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് വിഷമിക്കുന്ന ക്യാരക്ടറല്ലായിരുന്നു. ഉസ്കാ മാനന था कि आदमी चाहे तो अपने हाथों से अपनी तकदीर बदल सकता है. തക്ദീർ എന്ന് വെച്ചാൽ തൻ്റെ വിധി, നമുക്ക് വേണേൽ നമ്മുടെ വിധി സ്വയം മാറ്റി എഴുതാം എന്ന് വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു മധു. दफ्तर में स्त्री को दोयम दर्जे का नागरिक मानने के वह खिलाफ थी. उसे जब ठुकराल साहब इंक्रीमेंट देता है तो वह काफ़ी खुश होती है, लेकिन जब वो देखती है कि दफ्तर के दूसरों के मन में उसके इंक्रीमेंट को लेकर चर्चाएं हो रही हैं तो वह काफ़ी क्षुब्ध होती है. തനിക്ക് കിട്ടിയ ഇൻക്രിമെൻറ്റിന് എല്ലാവരും ഇത്രയും അധികം കളിയാക്കുമ്പോൾ അവൾക്ക് വളരെ ദേഷ്യം വരും. खासकर जब उसके अपने ही मित्र मंडली के आदित्य और विनय इस बात को लेकर भला बुरा कहते हैं तो वह उनसे काफ़ी तर्क वितर्क करती है. उसे यह बात बिल्कुल अच्छा नहीं लगता कि स्त्री को मात्र उसके शरीर के नज़रिए से देखा जाए. സ്ത്രീയുടെ കാര്യം വരുമ്പോൾ മാത്രം ശരീരം ആണ് ഒരു അളവുകോല്, അങ്ങനെ അളക്കുന്നത് മധുവിനൊട്ടും ഇഷ്ടമല്ലായിരുന്നു. मधु की माँ स्वयं खुले विचारों वाली थी और मधु भी स्वतंत्र एवं खुले विचारों वाली थी.
दफ्तर में लड़कों के साथ दोस्ती करना, उनके साथ उठना बैठना, घूमने जाना आदि के खिलाफ समाज में चर्चाएं होती थी। लेकिन मधु इन सब बातों को अहमियत नहीं देती थी। अपनी ज़िंदगी अपने हिसाब से जीती थी. തൻ്റെ ജീവിതമാണ് തൻ്റെ രീതിയിൽ ജീവിക്കുക. അപ്പോൾ ഈ ഓഫീസിൽ മധുവിൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയുണ്ട്. ആദിത്യവും വിനയും കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് പയ്യന്മാരും രണ്ട് സമയത്തായിട്ട് മധുവിനെ പ്രപ്പോസ് ചെയ്യും. മധുവിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പ്രകടിപ്പിക്കും. ആദിത്യ തുറന്ന് പ്രകടിപ്പിക്കും, വിനയ് അത് പറഞ്ഞില്ലാത്ത രീതിയിൽ പ്രകടിപ്പിക്കും. അങ്ങനെ രണ്ട് സന്ദർഭം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മധു അവരെ രണ്ടുപേരെയും കൊലീഗായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അല്ലാതെ വേറൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവരുടെ കൂടെ മധു പോകുന്നില്ല. അത് മധുവിൻ്റെ ഒരു ക്യാരക്ടർ തുറന്ന് പറയും വിനയുടെ അടുത്ത്. നമ്മൾ ഫ്രണ്ട്സായിരിക്കും, ഏത് സമയത്തും നിനക്ക് ആവശ്യമുണ്ട് എന്നെ വിളിക്കാം, പക്ഷെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം എനിക്ക് താല്പര്യമില്ല. मधु की ज़िंदगी में नवीन का प्रवेश एक नया मोड़ था. नवीन से मुलाकात हुए ज़्यादा दिन नहीं हुए, लेकिन मधु को उसमें अपना ഫ്യൂച്ചർ दिखने लगा. അപ്പോൾ മധുവിൻ്റെ ക്യാരക്ടറിൽ ഒരു തകർച്ച വീഴുന്നത് ഈ നവീൻ്റെ വരവോടുകൂടിയാണ്. നവീൻ്റെ എന്തോ ഒരു ഓറ, എന്തോ ഒരു സ്പെഷ്യാലിറ്റി പേഴ്സണാലിറ്റിയിൽ അത് മധുവിനെ അങ്ങ് വല്ലാതെ അങ്ങ് ആകർഷിക്കും. ആ പയ്യനെ അധികം ഡീപ്പായിട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ മധു ഈ റിലേഷൻഷിപ്പിലെടുത്ത് ചാടും. अपनी सहेली फरहत के टोकने पर भी वह अनजान नवीन से दोस्ती कर लेती है. ഫർഹത്ത് പല പ്രാവശ്യവും അത് ചൂണ്ടിക്കാണിക്കും. ആ പയ്യനെ നിനക്കറിയില്ലല്ലോ, 2 ദിവസത്തെ പരിചയമല്ലേ ഉള്ളൂ. പക്ഷേ മധുവിന് എന്തോ നവീനോടൊരു വല്ലാത്ത അട്രാക്ഷനായിട്ട് തോന്നും. नवीन के प्रेम में वह पागल सी हुई जाती है. नवीन के साथ जीवन के रंगीन सपने देखती है और एक कमज़ोर घड़ी में नवीन से शारीरिक संबंध स्थापित करती है. അത് ഏറ്റവും വലിയ ഒരു ഫോൾട്ട് വന്നത് ഈ ഫ്രീഡമൊക്കെ ആസ്വദിക്കുമ്പോൾ നാച്ചുറലി പെൺകുട്ടികൾ ചെയ്യുന്ന ഒരു അബദ്ധമാണ്, തൻ്റെ ശരീരത്തിനെയും തൻ്റെ രീതിയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു ബന്ധം പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, ആളിനെ അറിയുന്നതിന് മുമ്പ് തന്നെ അങ്ങ് നീങ്ങുന്നു. इस बात को लेकर उसके मन में कोई खेद की भावना नहीं होता, क्योंकि उसे लगता कि सेक्स केवल स्त्रियों के लिए ही टैबू क्यों है. അതിൽ മധു എടുത്ത് പറയുന്നുണ്ട്, ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടെന്നും പറഞ്ഞ് അവൾക്കതിൽ കുറ്റബോധമോ അങ്ങനെയൊന്നുമില്ല. കാരണം സ്ത്രീകൾക്ക് മാത്രം എന്തുകൊണ്ട് സെക്സ് ടാബു ആണ്. അത് എനിക്ക് അതിൽ നവീൻ വളരെ ഫോഴ്സ് ചെയ്തൊന്നും ഇമ്പോസ് ചെയ്യുന്നതല്ല. മധുവിൻ്റെയും അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു അവരുടെ ആ ഒരു ബന്ധം മുന്നോട്ട് നീങ്ങിയത്. वह अपनी माँ से नवीन को मिलवाना चाहती थी और शादी की बात को आगे बढ़ाना चाहती थी, लेकिन तभी उसे इस सच्चाई का पता चला कि नवीन एक नंबर का धोखेबाज है. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിട്ടൊരു കല്യാണത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു. തൻ്റെ അമ്മ വന്നപ്പം നവീനെ അവൾ ഇൻവൈറ്റ് ചെയ്യും ഡിന്നറിന്, പക്ഷേ നവീൻ അന്ന് വരത്തില്ല. तभी नवीन एक नंबर का धोखेबाज निकला. यद्यपि नवीन के चरित्र पर मधु को कई बार शक ज़रूर हुआ था, लेकिन खुले विचारों वाली वह उसे खास अहमियत नहीं देती. അതും മധുവിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകതയാണ്. പലരും മധുവിൻ്റെ അടുത്ത് വന്ന് നവീൻ അവിടെ ഇരിക്കുന്നു, മറ്റേ പെണ്ണിനായിട്ടിരിക്കുന്നു. പിന്നെ ഒരു പ്രാവശ്യം നവീൻ്റെ ഷർട്ടിൽ വേറൊരു പെൺകുട്ടിയുടെ ലിപ്സ്റ്റിക്കിൻ്റെ പാട് മധു കണ്ടതാണ്. പക്ഷേ എന്നിട്ടും മധു വേറെ ഒരു ലോകത്തായിരുന്നു, ഒരു മാസ്മരിക शक्ति और वलयത്തിൽ അങ്ങ് പെട്ടിരിക്കുകയായിരുന്നു. नवीन दूसरे शहर में तबादला लेकर फरार हो जाता है और मधु को सबसे अधिक धक्का तब लगता है जब उसे पता चलता है कि वह गर्भवती है. നവീൻ അങ്ങ് ട്രാൻസ്ഫർ മേടിച്ചൊരു വാക്കുപോലും പറയാതെ അവിടുന്ന് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അങ്ങ് സൂട്ടാവും. അപ്പോഴാണ് മധു പ്രഗ്നൻ്റ് ആണെന്നുള്ള സത്യം അറിയുന്നത്. मधु एकदम से टूट जाती है. रोना चाहती थी. नवीन के धोखा देने पर अंदर से टूट तो जाती है, लेकिन दूसरों के सामने रोते बिलखते नहीं जीना चाहती. यह मधु के चरित्र की खास विशेषता है. मधु संयम से, धैर्य से परिस्थितियों का सामना करती है. അപ്പോൾ മധുവിൻ്റെ ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വേറെ ഏത് പെൺകുട്ടിയാണേലും കരഞ്ഞ് നിലവിളിച്ച് ആകെ ടെൻഷനാകുന്ന സമയത്ത് മധു संयम से और धैर्य से काम लेती है. नवीन के बच्चों को जन्म भी देती है और वर्षों बाद नवीन को अपने घर निमंत्रण देकर उसके सामने इस सत्य का खुलासा करती है कि रिद्धि और सिद्धि उसके ही बच्चे हैं. വർഷങ്ങൾക്ക് ശേഷം നവീൻ്റെ അടുത്ത് റിദ്ധിയും സിദ്ധിയുടെ എക്സിസ്റ്റൻസ് വെളിപ്പെടുത്തും. പിന്നെ ആദിത്യനാണ് തൻ്റെ ഹസ്ബൻഡ് എന്ന് കള്ളം പറയും, നവീനിന് ഒരു ഷോക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം. नवीन जब पाता है कि उसके अपने बच्चे आदित्य को पापा समझते हैं तो वह एकदम ठगा सा रह जाता है. इस प्रकार मधु नवीन से मधुर बदला लेती है. അങ്ങനെ ഒരു മധുര പ്രതികാരം വീട്ടും നവീൻ്റെ അടുത്ത്. ഓക്കെ,
4 മാർക്സ് ക്വസ്റ്റ്യൻ ഇത്രയും എഴുതേണ്ട ഞാൻ ഒന്നുകൂടെ പറയാണ്. ഇത് നിങ്ങൾക്ക് മൊബൈലിൻ്റെ നോട്ട്സ് ഞാൻ തരാത്തതുകൊണ്ട് തന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ एक्चुअली ഏതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓം പ്രകാശ് വാൽമീകി के व्यक्तित्व एवं कृतित्व पर प्रकाश डालिए. ഓം പ്രകാശ് വാൽമീകിയുടെ വ്യക്തിത്വം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓതർ ഡിസ്ക്രിപ്ഷനിലുണ്ട് സലാമിൻ്റെ മുമ്പിൽ. ഓം പ്രകാശ് വാൽമീകിയെ പറ്റി പറയുമ്പം എടുത്തു പറയേണ്ട കാര്യം അദ്ദേഹം വളരെ ഫേമസ് ദളിത് സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ജൂഠനെ പറ്റി തീർച്ചയായിട്ടും പറയണം. പിന്നെ ദളിത് സാഹിത്യത്തിൽ തന്നെ ദളിതരുടെ വിഷമം മാത്രമല്ല എല്ലാ വശങ്ങളും എഴുതുന്ന ഒരു എഴുത്തുകാരനാണ്. ഇംപാർഷ്യലായിട്ട് വളരെ മനോഹരമായിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരനാണ്. പിന്നെ അദ്ദേഹം ദളിത് സാഹിത്യക സൗന്ദര്യശാസ്ത്രം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബുക്കുണ്ട്, ഈസ്തറ്റിക്സ് ഓഫ് ദളിത് ലിറ്ററേച്ചർ. അത് വളരെ ഫേമസ് ആണ്. ദളിതരുടെ റൈറ്റിങ്സിന് വേറെ ഒരു സൗന്ദര്യശാസ്ത്രം വേണം അവരുടെ റൈറ്റിങ്സിനെ അളക്കാൻ. അല്ലാതെ മറ്റ് രചനകൾ അളക്കുന്ന പോലെ ദളിത് സാഹിത്യത്തിനെ അളക്കാൻ പറ്റില്ല, അതൊരു അളവുകോൽ ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചൊരു വ്യക്തിയും കൂടാണ് ഓം പ്രകാശ് വാൽമീകി. അപ്പോൾ ഞാനതിൻ്റെ ആൻസർ പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല, ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ട് സോ അത് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിന് മുമ്പിൽ നോക്കിയാൽ മതി. नेक्स्ट क्वेश्चन लेके പോവാം. लेखक को अपने घर के अमरूद के पेड़ से लगाव क्यों था? अमरूद का पेड़ कुछ ही वर्षों में लेखक के परिवार का एक हिस्सा बन गया था. अमरूद का पेड़ എന്ന ജ്ഞാനരഞ്ജൻ്റെ കഥയാണ്. पहले तो परिवार के सभी सदस्यों ने अमरूद के पेड़ के प्रति उदासीनता दिखाई. उदासीनता എന്ന് വെച്ചാൽ മൈൻഡ് ചെയ്യാതിരിക്കുക. ആദ്യം ആ ചെടിയെ ആരും മൈൻഡ് ചെയ്തില്ല. ईश्वर की कृपा से देखते ही देखते वह एक सुंदर छायादार पेड़ में बदल गया. अमरूद के पेड़ की छाया में बैठकर आपस में विचार विमर्श होता था. അപ്പോൾ അത് അവരുടെ ഒരു പേഴ്സണൽ സ്പേസായി മാറി. पेड़ की छाँव में बैठकर बातें करने में एक अजीब किस्म की आत्मीयता का अनुभव होता था और वे उम्र की फ़र्क को भूलकर मस्ती किया करते थे. ഏജ് ഡിഫറൻസ് ഒക്കെ മറന്ന് ഈ മരത്തിൻ്റെ ചുവട്ടിൽ അവരുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു. इसलिए लेखक को लगता कि अमरूद की पेड़ की छाया उन्हें उनके भाई बहनों से जोड़ती है. അപ്പോൾ ആ മരത്തിനോട് ഇഷ്ടം തോന്നാനുള്ള ഒരു പ്രധാന കാരണം സിബ്ലിങ്സ് തമ്മിലുള്ള സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം കൂട്ടി ഉറപ്പിക്കാൻ ഈ വൃക്ഷത്തിന് തണലിനൊരു പങ്കുണ്ട്. उस पेड़ की छाँव में बैठने पर एक अलग किस्म का संतोष उनके मन में उत्पन्न होता था. खासकर जब उसमें मीठे मीठे फल आने लगे तब मानो खुशियों की बहार आ गई. आस पड़ोस के बच्चों के मन में अमरूद पाने की चाह ने लेखक के परिवार का गौरव बढ़ा दिया. गौरव बढ़ाना എന്ന് വെച്ചാൽ they were proud of the tree. കാരണം അടുത്തുള്ള കൊച്ചു കൊച്ചു കുട്ടികൾക്കെല്ലാം വളരെ ആകാംക്ഷയോടെ കൊതിയോടെ ഈ പേരയ്ക്ക് നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയും ഈ ലേഖക്കിന് ഈ ചെടിയോട് വളരെയധികം ഇഷ്ടം തോന്നി, പ്രത്യേകിച്ച് അതിൽ ഫ്രൂട്ട്സ് വന്നു തുടങ്ങിയപ്പോൾ. और रिश्तेदारों के बीच उनके घर के मीठे अमरूद चर्चा का विषय बना. എല്ലാ റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്കും ഈ ഒരു കാര്യം ചർച്ചാ വിഷയമായി, ഞങ്ങളുടെ വീട്ടിൻ്റെ പേരയ്ക്ക. लेखक का उस अमरूद के पेड़ के प्रति विशेष लगाव का एक कारण और था. വേറൊരു കാരണം ഉണ്ടായിരുന്നു എഴുത്തുകാരന് ഈ ഒരു അമറൂദ് का पेड़ ഇത്രയധികം പ്രിയപ്പെട്ടതാവാൻ. അതായിരുന്നു ഏറ്റവും വലിയ കാരണം. समाज के अंधविश्वासों को अंगूठा दिखाता हुआ वह पेड़ उनके आंगन में खड़ा था. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെല്ലാം അങ്കൂഠാ ദിഖാന എന്നുവെച്ചാൽ അവരെല്ലാവരെയും താഴ്ത്തി കാണിച്ചിട്ട്, നിങ്ങളെല്ലാവരും എന്നെ വെട്ടാൻ പറഞ്ഞിട്ടും ഞാൻ എന്താ ഇവിടെ തല ഉയർത്തി നിൽക്കുന്നു, ഈ വീട്ടുകാർ അങ്ങനത്തെ അന്ധവിശ്വാസമൊന്നും വിശ്വസിക്കുന്ന ആൾക്കാരല്ല എന്ന് പറഞ്ഞ് തല ഉയർത്തി നിൽക്കുന്ന ആ പേരച്ചെടി ഈ ലേഖകന്, ഈ എഴുത്തുകാരനൊരു അഭിമാനമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേരച്ചെടി അത്രയ്ക്ക് ഇഷ്ടം. കയ്യോं के कहने पर भी उस पर कुल्हाड़ी नहीं पड़ी थी. പലരും പറഞ്ഞെങ്കിലും അത് വെട്ടിയില്ല. അതിൽ ഈ എഴുത്തുകാരൻ അഭിമാനിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ അമ്മ ജയിലിൽ പോയാലാണ്, എൻ്റെ അച്ഛൻ സാമൂഹ്യ പ്രവർത്തനമാണ്, ഞങ്ങളിതിലൊന്നും വിശ്വസിക്കത്തില്ല, ഞങ്ങൾ ഇൻ്റർകാസ്റ്റ് മാരേജൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടരാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു അന്ധവിശ്വാസങ്ങളുടെ എതിരെ നിൽക്കുന്നൊരു ഫാമിലിയാണ് ഞങ്ങളുടേത് എന്ന് അതിൻ്റെ ഒരു പ്രൂഫായിരുന്നു ആ പേരച്ചെടി. वे अमरूद के पेड़ को समाज में व्याप्त अंधविश्वासों के विरुद्ध चुनौती के रूप में देखते हैं. चुनौती मीन्स चैलेंज. सो नेक्स्ट क्वेश्चन, ഹരീഷ് की चरित्रगत विशेषता पर प्रकाश डालिए. സലാം എന്ന കഥയിലെ ഹരീഷിൻ്റെ ക്യാരക്ടർ, അതിലെ മെയിൻ ക്യാരക്ടറാണ് ഹരീഷ്. हरीश सलाम कहानी का केंद्रीय पात्र है जो कि दलित समाज से है, पढ़ा लिखा है और समाज में चली आ रही कुप्रथाओं को बदलने की चाह रखता है. എഴുത്തും വായനയുള്ള പയ്യനായിരുന്നു. മാത്രമല്ല സമൂഹത്തിൽ നടക്കുന്ന ഈ കുപ്രഥകൾ, വേണ്ടാദീനങ്ങളൊക്കെ മാറ്റിമറിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു പയ്യനായിരുന്നു. गाँव में दलितों पर निरंतर हो रहे अत्याचारों से वह वाकिफ़ है.
സജഗ് है और उसके പ്രതി ആവാസ് भी ഉഠാനാ ചാഹता है. ടൗണിലാണ് താമസിക്കുന്നത്, ഡെഹ്റാഡൂണിൽ സിറ്റിയിലാണ് താമസിക്കുന്നെങ്കിലും അയാൾക്ക് ഹരീഷിന് തൻ്റെ കൂട്ടർ അനുഭവിക്കുന്ന ഇൻസൾട്ട് പലയിടത്തും വാർത്ത കേൾക്കുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഹി വാസ് സജഗ് എന്ന് വെച്ചാൽ ഹി വാസ് അവെയർ, അല്ലാതെ അതെല്ലാം കണ്ടു കേട്ടില്ല എന്ന് നടക്കുന്ന ടൈപ്പ് അല്ലായിരുന്നു. ऐसे में अपनी ही शादी के अवसर में वह एक नया कदम उठाता है, സലാം നാമക് റസ്മ കോ തോടന. അപ്പം ഒരു റെവല്യൂഷണറി സ്റ്റെപ്പായിട്ട് തൻ്റെ വിവാഹത്തിൽ നടക്കുന്ന ചടങ്ങ് തന്നെ മാറ്റിമറിക്കാവുന്ന ഹരീഷ് വിചാരിക്കും. അത് ഹരീഷിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ബോൾഡ് ക്യാരക്ടറാണ്. അത് ഹരീഷിൻ്റെ ക്യാരക്ടർ ഒരു ബോൾഡ് ക്യാരക്ടറാണ് കാണിക്കുകയാണ്. ഉസ്കാ യഹ വിദ്രോഹാത്മക് കദം ഹി കഹാനി കാ മുഖ്യ ആകർഷൺ ഹെ और वही इस कहानी के शीर्षक को सार्थक बनाती है. ആ ഒരു സ്റ്റെപ്പ് സലാം എന്ന ഒരുപാട് റിലേറ്റീവ്സ് പറഞ്ഞ് ഇത് ഈ ഒരു അനുഷ്ഠാനം അനുഷ്ഠിച്ചേ പറ്റൂ, കാലാകാലങ്ങളിൽ നമുക്കിവിടെ ഇവരെ പിണക്കി ഈ ഗ്രാമത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാനൊക്കില്ല, പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു, വേറെ റിലേറ്റീവ്സ് പറഞ്ഞു. പക്ഷേ ഹരീഷ് അതൊന്നും ചെവി കൊണ്ടില്ല. हरीश देहरादून शहर में पला युवक था और कमल उपाध्याय नामक मित्र उसके जीवन में एक अहम स्थान रखता था. कमल ब्राह्मण था और बचपन में हरीश को कमल के घर में काफ़ी अपमानित भी होना पड़ा था, लेकिन उनकी गहरी दोस्ती के सामने सबको सिर झुकाना पड़ा. അപ്പോൾ ഈ ചെറിയ കുട്ടികളായിരിക്കുമ്പം ഹരീഷ് ഇവരുടെ വീട്ടിൽ ഇൻസൾട്ടഡ് ആവും അല്ലേ, കമലിൻ്റെ അമ്മ ഇൻസൾട്ട് ചെയ്യും. പക്ഷേ ഇവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു രണ്ടുപേർക്കും പ്രധാനം. हरीश शायद अपनी मित्र मंडली में ब्राह्मण कमल को शामिल कर समाज में बदलाव लाना चाहता था. तभी तो कमल की माँ द्वारा अपमानित होने पर भी वो कमल का साथ नहीं छोड़ता. അപ്പോൾ ഒരുപക്ഷെ ഇൻസൾട്ടഡ് ആയിട്ട് കൂടി ഹരീഷ് പിന്നെയും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത്, എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരു ബ്രാഹ്മൺ ആകുന്നത് നല്ലതാണ്, ഈ സമൂഹത്തിലൊരു മാറ്റം വേണം, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് ഈ സമൂഹം മാറണം എന്ന് ഹരീഷ് ഒരുപക്ഷെ കരുതി കാണും. അത് ഹരീഷിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. स्वयं उसके पड़ोसी सुगुणा ने भी कमल के साथ उसकी दोस्ती का एतराज़ किया था, लेकिन हरीश की चरित्रगत विशेषता के कारण वह इन सब बातों को अनदेखा कर देता है. അയാളുടെ നെയ്ബർ സുഗുണ, അയാളും ദളിതാണ്, അയാൾ പറഞ്ഞിരുന്നത് ഈ ബ്രാഹ്മൺസുമായിട്ടുള്ള കൂട്ടുകെട്ട് നമുക്ക് വേണ്ട. ലേക്കിൻ ഹരീഷ് അതൊന്നും ശ്രദ്ധിക്കത്തില്ല. देहरादून शहर में रहते वक्त भी जब कभी अपने दलित समाज के ऊपर अत्याचार होता था तो उसका खून खौल उठता था और वह अपने मित्र कमल से इन बातों को बताता भी था. लेकिन उस वक्त कमल हरीश की बातों पर उतना विश्वास नहीं करता था, क्योंकि शहर में पला बड़ा ब्राह्मण कमल को इस प्रकार की बातें एकदम अविश्वसनीय लगता था. हरीश दलितों के पिछड़ेपन से अवगत था और अपने समाज में बदलाव की आकांक्षा रखता था. തൻ്റെ സമൂഹം നന്നാവണം, അവരിൽ മാറ്റം വരണം എന്ന് ആഗ്രഹിച്ച ഒരു പയ്യനായിരുന്നു ഹരീഷ്. और बदलाव का पहला कदम वो अपनी शादी के अवसर पर उठाता है. रिश्तेदारों के लाख समझाने पर भी वो सलाम का रस्म अदा करने नहीं जाता. इस प्रकार हम कह सकते हैं कि सलाम कहानी का नायक हरीश दलित चेतना से परिपूर्ण युवक है, जो समाज में बदलाव की चाह रखता है. दलित ചേതന എന്ന് വെച്ചാൽ എന്തുവാ, വൺ ഹു വാണ്ട്സ് ടു ചേഞ്ച് ദ സൊസൈറ്റി. ദളിത് ചേതന അവെയർനെസ് ആണ്, ദളിതരുടെ ഇടയിലുള്ള അവെയർനെസ്സിനെയാണ് ദളിത് ചേതന എന്ന് പറയുന്നത്. മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചിന്താഗതിയാണ് ദളിത് ചേതന എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് डोमिन का की कहानी का सारांश लिखिए. डोमिन का की चित्रा मुदगुल जी की एक लघु कथा है जो हमारे भारतीय समाज में व्याप्त जातिगत भेदभाव में प्रचलित छुआछूत नामक कुप्रथा पर पर्दाफाश करती है. നമ്മുടെ സൊസൈറ്റിയിലുള്ള अनटचेबिलिटी, समाज की तथाकथित ऊंची जाति के कहे जाने वाले लोग नीची जाति के लोगों को छू लेना पाप समझते हैं. इसी मुद्दे को लेखिका ने इस कहानी में उठाया है. കഥ ഡോം സമുദായ की एक रत्नी नामक महिला से संबंधित. പേര് ഓർത്തോണം, ആ സ്ത്രീയുടെ പേര് രത്നി എന്നാണ്. जो सवर्णों के घर सफाई का काम करने जाती है. उस घर में करीब 6 साल की एक नन्ही सी लड़की गर्मियों की छुट्टियां मनाने गांव आई हुई थी अपनी दादी के पास. शहर से आई बच्ची को गांव का तौर तरीका मालूम नहीं था. वह सब कुछ कौतूहल पूर्वक देखती है. इसी बीच उसकी नज़र घर में सफाई लिपाई के लिए आने वाली स्त्री पर पड़ती है.
जिसे उसके परिवार वाले ഡോമിൻ कहकर പുകാർത്തെ थे. അപ്പോൾ ഈ കൊച്ചുകുട്ടി ടൗണിൽ നിന്ന് വന്നതാണ്. ഇത് ചിത്രാ മുദ്ഗളിൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻ്റ് ആണെന്ന് ഓർക്കണം കേട്ടോ. അവരൊരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഫാമിലിയിൽ നടന്നൊരു സംഭവമാണ്. അപ്പം ജോലിക്കാരിയെ ഡോമിൻ എന്ന് വിളിച്ചത് വലിയ കുറ്റമായിപ്പോയി. ഒറ്റയടി കൊടുത്ത അമ്മൂമ്മ. बच्ची दुखी होकर रोने लगती है. तब उसकी दादी ने समझाया कि बुजुर्गों को काकी जोड़कर बुलाया जाता है. ഈ ഒരു ഫോൾസ് ടീച്ചിങ് ആണ് ആ ഫാമിലിയിൽ ചിത്രാ മുദ്ഗുൽ കണ്ടത്. ജോലിക്കാരിയെ ഡോമിൻ എന്ന് വിളിച്ചത് വലിയ തെറ്റായിപ്പോയി. അവരെ കുട്ടിയെ അടിച്ചിട്ട് റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറയും. പക്ഷേ അതേസമയം പിന്നീടൊന്ന് കൈ തൊട്ടുപോയെന്നും പറഞ്ഞ് തൊടാൻ പാടില്ല എന്നും പറഞ്ഞ് അടിക്കുന്നു. അപ്പോൾ ഈ ഒരു രണ്ട് നയം, ഇരട്ടത്താപ്പ്, അതിൻ്റെ എതിരെയാണ് ചിത്രാ മുദ്ഗൽ ഈ കഥ എഴുതിയിരിക്കുന്നത്. उन्होंने थप्पड़ मारा और यह भी कहा कि रिश्ते में रत्नी तेरी काकी लगती है. बच्ची समझदार थी, अपनी गलती समझ गई कि बड़े बूढ़ों का आदर करना चाहिए. കുട്ടി വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, ബുദ്ധിയുള്ളവളായിരുന്നു, മനസ്സിലാക്കി മുതിർന്നവരെ നമ്മളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. പാഠം കുട്ടി പഠിച്ചു. പിന്നീട് കുട്ടി എന്ത് ചെയ്ത്? ഉസെ അച്ഛി സീഖ് മിലി. ഉസ് ദിൻ സെ ജബ് ഭി വഹ് രത്നി കോ ദേഖ്തി तो काफ़ी आदर से पेश आती. വളരെ റെസ്പെക്റ്റോടെയായിരുന്നു രത്നിയായിട്ട് ബിഹേവ് ചെയ്യുന്നത്. लेकिन एक दिन यूँ हुआ कि उसकी दादी ने रत्नी को देने के लिए उसके हाथों में अनाज भरी टोकनी पकड़ा दी. ऊपर से बासी रोटियां भी पकड़ाकर रत्नी को दे आने को कहा. सावधानी पूर्वक बच्ची ने अनाज रत्नी के कोंच में दे डाला, लेकिन काफ़ी सावधानी बरतने पर भी कुछ अनाज ज़मीन पर गिर गया. अब बच्ची अनाज को बटोरने में रत्नी का हाथ बांटने लगी. यह दृश्य देख दादी का खून खौल उठा. ആ കുട്ടി രത്നിയെ സഹായിക്കുന്ന കണ്ട ആ ദൃശ്യം തൊട്ടുപോലും കാണില്ല. കുട്ടിയുടെ കൈ രത്നിയെ ഒരുപക്ഷെ തൊട്ടുപോലും കാണില്ല. പക്ഷെ ആ സീൻ കണ്ടപ്പം തന്നെ तपासे एक तमाचा जड़ दिया बच्ची को. बेचारी बच्ची असमंजस में पड़ गई. असमंजस मीन्स कन्फ्यूशन. 2 बार तमाचा पड़ा. 2 പ്രാവശ്യം കുട്ടിക്ക് അടി കിട്ടി. पहले का कारण तो पता चल गया, लेकिन अब की बार तो वह रत्नी की सहायता ही तो कर रही थी. ആദ്യം എന്തിനാ അടി കിട്ടിയെന്ന് കുട്ടിക്ക് മനസ്സിലായി. റെസ്പെക്റ്റ് ചെയ്യാതെ പേര് വിളിച്ചതിനാണ്. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം എന്തിനാ അടിച്ചതെന്ന് ഒരു പിടിയും കിട്ടിയില്ല. उसे तो यही कहा गया था कि रिश्ते में रत्नी उसकी चाची लगती है, वगैरह वगैरह. दादी गुस्से से चिल्लाए जा रही थी. आइंदा रत्नी को छूना मत. മേല रत्निയെ തൊട്ടുപോരുത്. बच्ची का बाल मन असमंजस में पड़ गया. उसके मन में कई सवाल उठ रहे थे. सबसे बड़ा सवाल तो यही था कि आखिर रत्नी को छूने से मनाही क्यों है. കുട്ടിയുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം, ഈ ഒരു സ്ത്രീയെ, ഈ പ്രായം ചെന്ന സ്ത്രീയെ തൊട്ടുപോയ എന്താ കുഴപ്പം? ഇസ് സവാൽ കാ ജവാബ് ഉസ് 6 ബറസ് की अबोध बालिका की पहुंच से बाहर थे. 6 വയസ്സുള്ള ആ കുട്ടിക്ക് ഇതിന് ഉത്തരം കിട്ടിയില്ല. भारतीय समाज में जातिगत भेदभाव के अंतर्गत छुआछूत की जो शर्मनाक प्रथा है वो दुर्भाग्यवश आज भी यदा कदा मौजूद है. बड़ी मात्रा में വലിയ ക്വാണ്ടിറ്റിയിൽ ഇല്ലെങ്കിലും ഇന്നും അൺടച്ചബിലിറ്റി ഉണ്ട്. सबसे दर्दनाक सत्य तो यह है कि उच्च जाति अपनी अगली पीढ़ी को भी उनकी जातिगत बड़प्पन सिखा समझा देती है. ഏറ്റവും വലിയ കാര്യം ഈ ഒരു പോയിസൺ, ജാതിയുടെ മേൽക്കോയ്മ, മുതിർന്നവർ തൻ്റെ കുടുംബത്തിലെ കൊച്ചുകുട്ടികളിൽ ഈ വിഷം കുത്തിവെക്കും. इस प्रकार चित्रा मुद्गल जी ने भारतीय समाज में व्याप्त जातिवाद की समस्या को अपनी इस छोटी सी कथा के द्वारा സഫലതാപൂർവക് വ്യക്ത കിയ. നമ്മൾ ശ്രദ്ധിച്ച് കാണും, ഒരു 2 പേജ് പോലും ഇല്ല ആ കഥ. വളരെ ചെറിയ കഥയാണ്, പക്ഷേ വളരെ മീനിങ് ഫുള്ളാണ്. സന്ദേശ് എക്ദം വ്യക്ത് ഹെ. മാനവ് മേ ഭേദ്ഭാവ് കി ദൃഷ്ടി നഹി ഹോനി ചാഹിയെ. മനുഷ്യർ തമ്മിൽ വേർതിരിവ് പാടില്ല. കംസെ കം അഗ്ലി പീढ़ी തക് തോ ജാതിഗത് ഭേദ്ഭാവ് കാ വിഷ് നഹി ഫെലാനാ ചാഹിയെ. കംസെ കം നെക്സ്റ്റ് ജനറേഷനെങ്കിലും നമ്മൾ ഈ വിഷം കുത്തിവെക്കാൻ പാടില്ല. അതാണ് ആ സ്റ്റോറിയുടെ മെസ്സേജ്. ഓക്കെ. 38th क्वेश्चन. माँ रसोई में रहती है कहानी के माँ का चरित्र चित्रण कीजिए. മാ റസോയി മേ രഹത്തി ഹെ കുമാർ അംബുജിൻ്റെ ആ സ്റ്റോറിയിൽ ആ പയ്യൻ്റെ കാഴ്ചപ്പാടിലാണ് നമുക്ക് അമ്മേനെ മനസ്സിലാകുന്നത്. അമ്മ വളരെ അപൂർവമായിട്ട് അമ്മയുടെ കാര്യങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ ആ പയ്യൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് ആ മാടെ ക്യാരക്ടർ, പയ്യൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് അമ്മയുടെ ക്യാരക്ടറിനെയാണ് നമ്മൾ നെയ്തെടുക്കേണ്ടത്. കുമാർ അംബുജ്
कुमार अम्बुजी की कहानी माँ रसोई में रहती है में एक ऐसी माँ का चित्रण हुआ है जो भारतीय समाज की कई സ്ത്രീയോं का പ്രതിനിധിത്വം करती है. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലെ ഒരുപാട് സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ അമ്മ. वैसे पूरी कहानी में पुत्र के नज़रिए से माँ के चरित्र पर प्रकाश डाला गया है. पुत्र दिन रात माँ की दिनचर्या को गौर से देखता और उसके मन में माँ के प्रति जो विचार जो भावनाएं जागती है उसी का खुलासा कहानी में किया गया है. हमारे पितृसत्तात्मक समाज में नारी घर के एक अदृश्य पिंजरे में कैद होती है. നമ്മുടെ പെട്രിയക്കൽ സൊസൈറ്റിയിൽ ഒരു അദൃശ്യമായ ഒരു കൂട്ടിലകപ്പെട്ടിരിക്കുകയാണ് സ്ത്രീകൾ. പിഞ്ചരെ കാ ദർവാസ तो खुला होता है लेकिन बाहर जाने की मनाही होती है. അപ്പോൾ ഈ കൂടിൻ്റെ ഒരു പ്രത്യേകത, കിളിക്കൂടാണെങ്കിൽ കൂട് അടച്ചിട്ടിരിക്കുകയാണ്, കിളിക്ക് പുറത്ത് പറക്കാനൊക്കത്തില്ല. പക്ഷേ ഈ അദൃശ്യമായ ഒരു കൂട്, ഇതിൽ ഡോർ തുറന്നിരിക്കുകയാണ്, പക്ഷേ സ്ത്രീകൾക്ക് പുറത്തു പോകാനുള്ള അനുവാദം ഇല്ല. पहले पहल तो स्त्री को बेचैनी होती है लेकिन बाद में आदत सी बन जाती. അതിൽ ആ അമ്മ പറയുന്നുണ്ടല്ലേ, ആദ്യം എനിക്ക് ബേച്ചൈനിയായിരുന്നു, ആദ്യം എനിക്ക് ടെൻഷനായിരുന്നു കേട്ടോ, കെട്ടി വന്ന സമയത്തൊക്കെ എനിക്ക് വളരെ വീർപ്പുമുട്ടലായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊരു ശീലമായി. पहले तो माँ को घुटन महसूस होता था लेकिन धीरे धीरे रसोई उसका एकमात्र कार्यक्षेत्र बन जाता है. पहले उसे घुटन महसूस होता था, ഭയങ്കര വീർപ്പുമുട്ടലായിരുന്നു, ഇപ്പം റസോയിയാണ് അമ്മയുടെ ഏക ഒരു ഏരിയ. सुबह शाम दिन रात उसे रसोई में ही बिताना अच्छा लगता है. रसोई की खिड़की से बाहर का नज़ारा देखना माँ को पसंद था. അത് അവരുടെ ഒരു ക്യാരക്ടറിലെ ഭാഗമാണല്ലേ, ആ ജനൽ നോക്കി ഇങ്ങനെ വെളിയിലോട്ട് നിൽക്കുക. मानो वो पूरे विश्व को उसी एक खिड़की से ही देखती है. ലോകം കാണാനുള്ള ഏക ഒരു കിളിവാതിലായിരുന്നു ആ ജനൽ. या फिर कुछ पल के लिए ताज़ी हवा के आस्वादन के लिए माँ खिड़की के पास खड़े होकर बाहर झांकती है. जो भी हो, പുത്ര കോ മാ കാ ചരിത്ര സമജ് നഹി ആത്ത. കാറ്റ് കൊള്ളാൻ വേണ്ടി മാത്രമാണോ ജനലിൽ നിൽക്കുന്നത്, അതോ പുറം ലോകത്തേക്കുള്ള ഒരു കിളിവാതിൽ പോലെയാണോ ജനലിനെ കാണുന്നത്? എന്തായാലും കൊള്ളാം, കുട്ടിക്ക് അമ്മയെ മനസ്സിലായിട്ടില്ല. അക്സർ മാക്കോ കോയി ഭി പൂർണ്ണത സെ സമജ് ഹി നഹി പാത്ത. നമ്മളെല്ലാവരും നമ്മുടെ അമ്മമാരെ ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് അമ്മമാരെ മനസ്സിലാക്കാൻ ഒക്കത്തില്ല. കാരണം അവർ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത് അവസാനം അവരുടെ നീഡ്സ് എന്താണ്, അവരുടെ സന്തോഷം എന്താണെന്ന് നമ്മൾ അറിയത്തേയില്ല. समझे भी कैसे जब माँ अपनी इच्छाओं और अनिच्छाओं का खुलासा ही नहीं करती. उसकी पसंद क्या है नापसंद क्या है कोई नहीं जानता. അമ്മയുടെ ഇഷ്ടം എന്തുവാ അനിഷ്ടം എന്തുവാ ആർക്കും അറിയില്ല. हाँ यह बात तो है, माँ खुशी खुशी सबकी इच्छाओं की पूर्ति करती है बिना कोई शिकवे शिकायत के. എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അമ്മ നോക്കി കണ്ട് ചെയ്യും. ബിനാ കിസി ഷിക്വേ ഷിക്കായത്ത് കി, ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ അമ്മ എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്യും. അമ്മയുടെ ആഗ്രഹങ്ങളും അമ്മയുടെ ഇഷ്ടങ്ങളും എന്താണെന്ന് ആർക്കും അറിയില്ല. पूरी कहानी में कुछ एक बार ही माँ किसी विषय पर अपनी राय व्यक्त करती नज़र आती है और एक बहुत पते की बात माँ कहती है कि सबको सब मिलकर बनाते हैं. माँ की इस एक राय से जाहिर होता है कि वो नहीं बन पाई जो वो चाहती थी. അമ്മ വാ തുറക്കുന്ന വളരെ അപൂർവമായിട്ടാണ് ആ കഥയിൽ. തുറന്നപ്പോൾ അമ്മ വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് പറഞ്ഞത്, മോനെ എല്ലാവരും ചേർന്നാണ് ഉണ്ടാക്കുന്നത്. അതിലൊരു ധ്വനി എന്താണ്, ഞാൻ ഇങ്ങനെ ആയത് എൻ്റെ ഇഷ്ടത്തിനല്ല, എന്നെ ഉണ്ടാക്കിയെടുത്തതാണ് സമൂഹം. ഈ പുരുഷ് സത്താത്മക് സമാജ് എന്നെ ഇങ്ങനെ ആക്കിയെടുത്തത്, ഞാൻ മോൾഡഡ് ആണ്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചതല്ല. इसलिए उसे तो समाज ने बनाया, ജൈസെ സമാജ് ചാത്താ ഥാ വൈസെ ബനായ. സമൂഹത്തിന് എങ്ങനെ വേണോ അങ്ങനെയാണ് എന്നെ ഉണ്ടാക്കിയത്. കോൺസാ സമാജ്, പിതൃസത്താത്മക് സമാജ്, ജഹാं अधिकांश नियम स्त्री स्वतंत्रता के विरुद्ध ठहरता है. कहानी में माँ का चरित्र अपनी दुरावस्था के प्रति आक्रोश करती नज़र नहीं आती बल्कि वो अपनी परिस्थितियों से സാമഞ്ജസ്യ കർത്തി നസർ ആത്തി ഹെ. അപ്പം മാക്ക ചരിത്ര ചിത്രത്തിൽ അമ്മയുടെ ക്യാരക്ടറിലെ ഒരു പ്രത്യേക രീതി എന്താണ്, ഷീ ഈസ് നോട്ട് റിവോൾട്ടിങ് അഗെയിൻസ്റ്റ് എനിത്തിങ്, ഒന്നിനോടൊരു പരിഭവമില്ല, അക്സെപ്റ്റ് ചെയ്യാണ് തൻ്റെ സിറ്റുവേഷനെ അവർ അക്സെപ്റ്റ് ചെയ്ത് പരിസ്ഥിതിയോസെ സാമഞ്ജസ്യ കർത്തി ഹെ, തൻ്റെ സിറ്റുവേഷൻസുമായിട്ട് ഒരു താരതമ്യപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് അമ്മയുടെ ക്യാരക്ടർ. अपनी दुരവസ്ഥ के प्रति वो ആക്രോശ് नहीं करती. ഒന്നിൻ്റെ എതിരെ ഒരു പരാതിയോ ഒരു പരിഭവവും ഇല്ല. പക്ഷേ ചോദിച്ചതുകൊണ്ട്, അമ്മയ്ക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ വളർത്തുമായിരുന്നോ എന്ന് ചോദിച്ചതുകൊണ്ട് അമ്മ ഇത്രയും പറഞ്ഞു. ആരും സ്വയം ഇങ്ങനെ ആവുന്നതല്ല, എല്ലാവരും ചേർന്ന് ഓരോരുത്തരെ ഇങ്ങനെ ആക്കി എടുക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ ഈ പാർട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.
एक्सेप्ट 1 35th क्वेश्चन മൊബൈൽ ശീർഷക് की സാർത്ഥകത पर പ്രകാശ് ഡാലിയെ. ആ മൊബൈൽ എന്ന ആ നോവലിൻ്റെ പേര് എത്രത്തോളം അർത്ഥവത്താണ്, ഒരു ടൈറ്റിൽ എത്രത്തോളം മീനിങ് ഫുൾ ആണ് എന്നുള്ളൊരു ചോദ്യമാണ്. ആക്ച്വലി എനിക്ക് തന്നെ അത് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് പിടികിട്ടിയിട്ടില്ല. ലൈക്ക് അതിൻ്റെ കറക്റ്റ് സെൻസിൽ ഞാനിപ്പോൾ 2-3 പ്രാവശ്യം ആ നോവൽ ഇതിനു വേണ്ടി തന്നെ വായിച്ചു. അപ്പോൾ എനിക്ക് പക്ഷേ ഈ മൊബൈൽ എന്ന പേര് ആ നോവലുമായിട്ട് എങ്ങനെ യോജിച്ചു പോകുന്നു എന്ന് ക്ലിയർ കട്ട് ആൻസർ എനിക്ക് കിട്ടിയിട്ടില്ല. ബട്ട് വാട്ട് ഐ നോ ഈസ് മൊബൈൽ അവരുദ്ദേശിക്കുന്നത് ചലനാത്മകതയാണ്, ആ ഒരു മൂവിങ് മെൻറ്റാലിറ്റി. സോ ലൈഫിലൊരു ചലനാത്മകതയാണോ അവർ ഉദ്ദേശിക്കുന്നത്? കാരണം മധു ഷീ മൂവ്സ് ഓൺ. ആ റിലേഷൻഷിപ്പിൽ അവൾക്കൊരു ട്രാജഡി സംഭവിക്കുമെങ്കിലും ഷീ ലീവ്സ് ഹർ ലൈഫ്, അങ്ങനെ കാണിക്കുകയാണ്. എല്ലാ റിലേഷൻഷിപ്പ് ഫോർ കൺവീനിയൻസ് എന്നൊരു വാക്ക് അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ പല റിലേഷൻഷിപ്പും ലൈക്ക് ആദിത്യ, വിനയ്, അവർ ആദ്യം മധുവായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്യും, പ്രണയം ആഗ്രഹിക്കും, പക്ഷേ മധു നിഷേധിക്കുമ്പോൾ ദേ മൂവ് ഓൺ. അപ്പോൾ ആ ഒരു ചലനാത്മകതയാണോ ഇവിടെ എഴുത്തുകാരി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ അതിനൊരു പെർഫെക്റ്റ് ആൻസർ നിങ്ങൾക്ക് തരുന്നില്ല. പിന്നീട് എനിക്ക് സമയം കിട്ടുമ്പോൾ ആ ഷമാ ശർമാജിയോട് തന്നെ, അവർക്ക് പരിചയമുള്ള ലേഡിയാണ്, പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ അപ്ലോഡിങ്ങും ഈ ടൈപ്പിങ്ങും എല്ലാം ഉള്ളത് കാരണം പിന്നെ വർക്കിംഗ് ഡേയോടാണ്, അതുകൊണ്ട് സമയം കിട്ടിയില്ല. സാവകാശത്തിൽ അവരോട് തന്നെ ചോദിക്കാം അവരെന്താണ് മീൻ ചെയ്തതെന്ന്. നമ്മൾ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം ഇതിൽ മൊബൈലിനെ ചിലർ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് ഇതിനെ മീനിങ് ഫുൾ ആക്കുന്നുണ്ട്. പക്ഷേ എനിക്കതിനൊരു അർത്ഥവും തോന്നിയിട്ടില്ല. നോവൽ ഞാൻ 2-3 പ്രാവശ്യം ഇതിനു വേണ്ടി വായിച്ചു. അപ്പം വാട്ട് ഐ സെൻസസ് റിലേഷൻഷിപ്സ് എല്ലാം മൊബൈലിനെ പോലെ ചലനാത്മകമാണ്, ഇറ്റ് കീപ്സ് മൂവിങ്. അങ്ങനത്തെ ഒരു സെൻസിലായിരിക്കാം ചിലപ്പോൾ ഈ നോവലിന്. അതുകൊണ്ട് ഞാൻ ആ ആൻസർ ചെയ്യുന്നില്ല. ഞാൻ വെറുതെ തെറ്റായ ഒരു ധാരണ പരത്തുന്നുമില്ല. സോ വി ഹാവ് കം ടു എ കൺക്ലൂഷൻ. ലാസ്റ്റ് പാർട്ട് എസ്സേ പാർട്ട് വിട്ടുപോയിട്ടുണ്ട്. എസ്സേ പാർട്ടൂടെ നോക്കാം. 4th പാർട്ട് किन्हीं 2 प्रश्नों के उत्तर करीब 250 शब्दों में लिखिए. 15 മാർക്ക് ക്വസ്റ്റ്യനാണ്, 2 എസ്സേ ആണ് എഴുതാനുള്ളത്. ദാറ്റ് മീൻസ് 30 മാർക്ക്. അപ്പോൾ അതിനും വളരെ വിശദമായിട്ട് ചോയ്സ് ഉണ്ട്. 6 എസ്സേസ് തന്നിട്ട് യു ഹാവ് ടു റൈറ്റ് ഓൺലി 2 എസ്സേസ്. അതിൽ 3 എണ്ണം ഞാൻ നോക്കിയപ്പം സദാബഹാർ ടെക്സ്റ്റിൽ നിന്നാണ്, 3 എണ്ണം നോവലിൽ നിന്നാണ്. അപ്പോൾ ഈ എസ്സേ ഭാഗത്ത് വന്നപ്പം നോവലിനും സ്റ്റോറി കളക്ഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. 3 എസ്സേ നോവലിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, 3 എസ്സേ സദാബഹാർ കഹാനിയാൽ. വിൽ ജസ്റ്റ് ഗോ ത്രൂ ദ എസ്സേസ്. 39th ക്വസ്റ്റ്യൻ സലാം കഹാനി മേ ചിത്രിത് ജാതിഗത് ഭേദ്ഭാവ് കാ ചിത്रण कीजिए. അത് ഫുൾ ജാതിഗത് ഭേദ്ഭാവാണ്. നിങ്ങൾക്ക് വേണേൽ അതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി എഴുതാം. പിന്നെ അതിൽ എവിടൊക്കെയാണ് ജാതിഗത്, 3 തരത്തിലാണ് അവിടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ കാണിച്ചിരിക്കുന്നത്. ജാതിഗത് ഭേദ്ഭാവ് എന്ന് വെച്ചാൽ എന്തോ ജാതി അടിസ്ഥാനത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ. ഒന്ന് കമലിൻ്റെ വീട്ടിൽ ബ്രാഹ്മൺ സ്ത്രീ, കമലിൻ്റെ അമ്മ ദളിതായ ഹരീഷിനെ ഇൻസൾട്ട് ചെയ്യുന്നു. പിന്നീട് ഗ്രാമത്തിൽ വെച്ച് ബ്രാഹ്മണനായ കമൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു, അയാൾ ദളിതാണ്, കാരണം ദളിതരുടെ കൂടെ വന്നതുകൊണ്ട്. അങ്ങനെ അയാൾ ഇൻസൾട്ടഡ് ആവുന്നു, അയാൾക്ക് ചായ കൊടുക്കുന്നില്ല, അങ്ങനെ അയാൾ ഇൻസൾട്ടഡ് ആവുന്നു. പിന്നീട് 3ാമത്തേത് ഒരു മുസ്ലിം ആണെന്നും പറഞ്ഞ് ഒരു കൊച്ചുകുട്ടി, 12 വയസ്സുള്ള കുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. അപ്പം 3 തലത്തിൽ ജാതിഗത് ഭേദ്ഭാവ് അതിൽ കാണിക്കുന്നുണ്ട്, വിശദമായിട്ട് എഴുതാം. 40th क्वेश्चन कहानी के तत्वों के आधार पर सदगति कहानी पर प्रकाश डालिए. कहानी के तत्व എന്തുവാന്ന് ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ, 6 തത്വങ്ങളുള്ളത് കഹാനിക്ക് തത്വം 6 എണ്ണം ഉണ്ട് ഹിന്ദിയിൽ. ഞാനത് ഫസ്റ്റ് ഇതിൽ സെഷനിൽ പറഞ്ഞതാണ്. കഥാനക്, ചരിത്ര, ദേശകാൽ, സംവാദ്, ഭാഷാശൈലി ആൻഡ് ഉദ്ദേശ്യ. ഇപ്പോൾ കഥാനക് എന്ന് വെച്ചാൽ ഒന്നുമല്ല, അതിൻ്റെ ആ സ്റ്റോറി, ആകമൊത്തം സ്റ്റോറി എങ്ങനെയുണ്ട്, ആ കഥയുടെ എങ്ങനെയാണ്, നമ്മളെ പിടിച്ചിരുത്താൻ പറ്റിയ കാച്ചിങ് ആയിട്ടായിരുന്നോ, അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടോ, അതൊക്കെ നമ്മൾ വിലയിരുത്തുക. ചിത്രം എന്ന് വെച്ചാൽ ആ ക്യാരക്ടേഴ്സ്, ആ കഥയിലെ ക്യാരക്ടേഴ്സ് എങ്ങനെയുണ്ട്. പിന്നെ ദേശകാൽ, ഏത് സിറ്റുവേഷനിലാണ്, ലൈക്ക് പ്രീ ഇൻഡിപെൻഡൻസ് യുഗത്തിലാണോ അതോ ഇപ്പോഴത്തെ കണ്ടംപററി വേൾഡിലെ കാര്യമാണോ പറയുന്നത്, അതാണ് ദേശകാൽ. പിന്നെ സംവാദ്, ഡയലോഗ്സ്, ആ കഥയിൽ ഡയലോഗ്സ് ഉണ്ടോ. അത് ചില കഥകളിൽ ഡയലോഗ് കാണില്ല, പക്ഷേ ചില കഥകളിൽ വളരെ കാച്ചിങ് ഡയലോഗ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വിലയിരുത്തുക. ഭാഷാശൈലി, ലാംഗ്വേജിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ്, മോഡേൺ ആണോ അതോ ഗ്രാമീണ ഭാഷയാണോ അതോ തെറി വിളിക്കുന്ന ഭാഷയാണോ, അങ്ങനെ കഥകളിൽ പലതും കാണാം. ഉദ്ദേശ്യം,
അതിൻ്റെ മെസ്സേജ് എന്താണ്. അപ്പോൾ ഈ 6 തത്വങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. തത്വങ്ങളിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ സ്റ്റോറീസ് എല്ലാം അറിയാം. അപ്പോൾ ഈ തത്വങ്ങളിനെ ബേസ് ചെയ്ത് അതിനെ വിലയിരുത്തുക. ഓക്കെ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കഹാനി കെ തത്വം കെ ആധാർ पर സദ്ഗതി കഹാനി पर പ്രകാശ് ഡാലിയെ. സദ്ഗതിയുടെ ദേശകാൽ എന്തുവാ, പണ്ടത്തെ കാലത്തെയാണ്. 1930s 1936 പ്രേംചന്ദ് മരണമടഞ്ഞു. അപ്പോൾ അതിന് മുമ്പുള്ള കഥയാണ് നാച്ചുറലി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ്, പിന്നെ ആ കഥയിലെ ഡയലോഗ്സ് വളരെ നല്ലതാണ്. പിന്നെ ഭാഷ ഗ്രാമീണ ഭാഷയാണ്. അങ്ങനെയൊക്കെ വിലയിരുത്തണം. ഓക്കെ. 41st क्वेश्चन, शरणागत कहानी के मूल उद्देश्य पर प्रकाश डालिए. शरणागत कहानी के मूल उद्देश्य ഞാൻ ആക്ച്വലി കഴിഞ്ഞ സെഷനിൽ അതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. അപ്പം യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. 42 ഉപന്യാസ് കലാ കി ദൃഷ്ടി. അതിൽ ആ ശരണാഗത് കഹാനിക്ക് മൂൽ ഉദ്ദേശം ഒരു എസ് എഴുതാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. എത്ര എഴുതിയാലും ശരണാഗത്തിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആദ്യമേ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഉപന്യാസ് കലാ കി ദൃഷ്ടി സെ മൊബൈൽ ഉപന്യാസ് പർ ചർച്ച കീജിയെ. നോവൽ എന്ന രീതിയിൽ മൊബൈൽ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. ബേസിക്കലി എനിക്കതൊരു ഒഴുക്കുള്ള ഒരു നോവലായിട്ടൊന്നും തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായം എഴുതുക, അത് ജെന്യൂനായിട്ട് എഴുതുക, നിങ്ങളുടെ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എഴുതുക. ഓക്കെ. മൊബൈൽ ഉപന്യാസ് മേ ചിത്രിത് നാരി വിമർശ് പർ പ്രകാശ് ഡാലി. സ്ത്രീകളുടെ ഇഷ്യൂസ് എങ്ങനെ റേസ് ചെയ്തിട്ടുണ്ട്, സ്ത്രീകളുടെ ഇഷ്യൂസാണ് അതിൽ കൂടുതൽ റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾക്ക് കഥ അറിയാവുന്നതാണ്. കുറച്ചൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾ ടീച്ചേഴ്സ് അങ്ങനെ വെട്ടിയും കുറിച്ച് ഓരോന്നിനും പിടിക്കാനൊന്നും ഇരിക്കുന്നതല്ല. പക്ഷേ യു റൈറ്റ് വാട്ട് എവർ യു നോ. നിങ്ങളുടെ ജെന്യൂനായിട്ട് എഴുതുക, ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എഴുതുക. അല്ലാതെ വെറുതെ ഇങ്ങനെ കഥ എഴുതി വെക്കുന്ന അല്ല ലിറ്ററേച്ചർ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എഴുതുന്ന സ്റ്റൈലിലൊരു ജെന്യൂനിറ്റി വേണം. 44th क्वेश्चन, मोबाइल उपन्यास का सारांश लिखकर उसकी विशेषताओं पर प्रकाश डालिए. അത് വേണേൽ മൊബൈലിൻ്റെ കഥ അറിയാവുന്നതുകൊണ്ട് അതിങ്ങനെ വിശദമായിട്ട് എത്ര വേണേലും എഴുതാം. അപ്പം ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഈസ്, ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ചോയ്സ് ഇഷ്ടം പോലെ ഉള്ളത് കാരണം ഏത് 2 എണ്ണമാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നതൊന്ന് മനസ്സിൽ വട്ടുവിടണം. എന്നിട്ട് അത് മാത്രം എഴുതുക. അല്ലാതെ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ അയ്യോ ഇതിൽ എഴുതാനൊന്നും ഇല്ലല്ലോ, ഇത് എടുക്കണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്ത പിന്നീട് വരല്ലേ. കാരണം ഒന്നാമത് ഹിന്ദി എഴുതുന്നത് നിങ്ങൾക്ക് ശീലമില്ല. ഹിന്ദി വല്ലപ്പോഴും നിങ്ങൾ എഴുതാറുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ 3 മണിക്കൂർ ആഞ്ഞെഴുതിയാൽ ഹിന്ദി ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. മാർക്ക് ലിസ്റ്റിൽ എല്ലാ സബ്ജക്റ്റിനും ഒരേപോലെ മാർക്ക് ഉയർന്നു നിൽക്കുന്നതാണ് ഭംഗി. കാണാൻ അതാണ് ഭംഗി. സോ ഈ 3 മണിക്കൂർ ഫുൾ എനർജി ഉപയോഗിക്കുക, കൈ ക്ഷീണിക്കുന്നത്ര എഴുതുക. ആൻഡ് യു കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഗിവ് യുവർ വാല്യുബിൾ കമൻറ്റ്സ്. ഇത് യൂസ്ഫുൾ ആയിരുന്നോ അല്ലയോ എന്ന്. ഞാൻ വളരെ തിരക്കിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ എക്സാംസ് പ്രമാണിച്ച്. എനിക്കിന്ന് വർക്കിംഗ് ഡേയും കൂടെ ആയിരുന്നു. അതുകൊണ്ട് ചിലപ്പം പ്രിൻറ്റിങ് മിസ്റ്റേക്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചേക്കുക. ടീച്ചർ എന്ന നിലയ്ക്ക് മിസ്റ്റേക്ക് ഞാൻ വരുത്താൻ പാടില്ലാത്തതാണ്. പക്ഷേ ഈ ഹിന്ദി ടൈപ്പ് ചെയ്യുമ്പം പലപ്പോഴും മിസ്റ്റേക്സ് വന്നുകൂടാം. ഈ വീഡിയോയിൽ പ്രത്യേകിച്ചും. കാരണം ഞാൻ വളരെ ടെൻഷനായിട്ട് സമയത്ത് ഇത് ചെയ്തതാണ്. സോ അത് നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, ബൈ, ബെസ്റ്റ് ഓഫ് ലക്ക്.